അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. عليكم السلام. عليكم السلام ورحمة الله وبركاته. അൽഹംദുലില്ലാഹ് الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى تدبر القرآن، وما زلنا نتدبر آيات من سورة البقرة، وقد أكملنا 69 و200 آية، صح؟ ശരിയല്ലേ? എന്താ ശരിയാന്ന് പറഞ്ഞു? ശരിയാന്ന് പറഞ്ഞ എന്താണ്? ശരിയാന്ന് പറഞ്ഞ എന്താണ്? 269 വരെ ആയത്തെടുത്തു. മാഷാ അല്ലാഹ്, അതുകൊണ്ട് ഓർമ്മയുണ്ട്. ഇനി 270 മുതൽ 74 വരെയുള്ള ഭാഗമാണ് നമുക്ക് വായിച്ചു നോക്കേണ്ടത്. ഇതില് പറയുന്ന ഒരു വിഷയം ഇൻഫാഖാണ്. അൽ ഇൻഫാഖ്. ഇൻഫാഖിനെ കുറിച്ച് മുമ്പ് പറഞ്ഞ എന്തെങ്കിലും കാര്യം ഓർമ്മയുണ്ടോ? ഈ സൂറത്തില് ഇൻഫാഖിനെ കുറിച്ച് എന്ത് പറഞ്ഞു? എടുത്തു പറഞ്ഞു, ഉപദ്രവിക്കലും മഞ്ഞും മതയും പറഞ്ഞു. പിന്നെ ആർക്കൊക്കെയാണ് ചെലവഴിക്കേണ്ടതെന്ന് പറഞ്ഞു. ആർക്കൊക്കെയാണ് ചെലവഴിക്കേണ്ടത്? മാതാപിതാക്കൾ, വാലിദയ്യ, വാലിദൈൻ, ഫുഖറാ, മസാക്കീൻ, എന്തായാലും അത് പറഞ്ഞായിരുന്നു. എല്ലാം പറഞ്ഞത് ഈ ഓർമ്മയില്ല. ഫുഖറാ പറഞ്ഞിട്ടുണ്ടോ അവിടെ? മിസ്കിനുകൾക്ക്, പിന്നെ ബന്ധനസ്ഥർക്ക്, വഴിപോക്കർക്ക്. ഓക്കെ, വേറെ എന്ത് പറഞ്ഞു ഇൻഫാഖിനെ കുറിച്ച്? താലിബത്തിൻ ഉഖറ ഔ താലിബുൻ ആഖർ. ഏറ്റവും നല്ലത് ചെലവഴിക്കണം എന്ന് പറഞ്ഞു. താലിബത്തിൻ ഉഖറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നല്ല ചെലവഴിക്കണം എന്ന് പറഞ്ഞു. അല്ല, ഏറ്റവും നല്ലത് ചെലവഴിക്കണം എന്ന് പറഞ്ഞു. ശരി ശരി, നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? പറഞ്ഞില്ലേ? നല്ലതിൽ നിന്നും ചെലവഴിക്കുക. അതെ, അത് പറഞ്ഞു. അത് പോയിന്റ് കഴിഞ്ഞു. വേറെ താലിബത്തിൻ ഉഖറ ഔ താലിബുൻ ആഖർ. ഞാൻ നിങ്ങളെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ സൗണ്ട് കേൾക്കുന്നില്ല. അപ്പൊ എനിക്കറിയാം ഒരാൾ തന്നെയാണ് പറയുന്നത്. ഏതോ ഒരു ഷേഖിനെ കണ്ടല്ലോ, ഷേഖ് പിന്നെ ഒന്നും മിണ്ടുന്നില്ല. ഇതൊന്നും ഓർമ്മയില്ലേ? ചെലവഴിക്കുന്നതിന് എത്ര ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞു? ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്. ഏതായത്താ അത് ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞു? ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ ആയത്തേതാ? ആയത്തെന്ന് പറഞ്ഞാൽ 1-2 വാക്ക് പറഞ്ഞാലും മതി. ആയത്ത് ഫുള്ളായിട്ടൊന്നും പറയണം. ഓക്കെ, വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നമ്മൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുന്നതല്ല നമ്മളെ പഠനം. എന്താണ്? നമ്മൾ ഒരു കാര്യം പഠിക്കുന്നത്, അതായത് ഖുർആൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. എന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ ഖുർആനിൽ പറഞ്ഞ കാര്യം പറഞ്ഞാൽ മതി. ഇത്രയും പറഞ്ഞാൽ വലിയ സംഭവമാണ്.
ഖുർആനിൽ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അത് വലിയൊരു സംഭവമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ഖുർആനാ പറഞ്ഞിരുന്നത്, ഓതി കൊടുക്കും. അത് അവരുടെ സുഹൃത്തുക്കൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹൃത്തുക്കൾ അഥവാ സഹാബികൾ ജനങ്ങൾക്കിടയിൽ പബ്ലിഷ് ചെയ്യും. അപ്പോഴേ ചർച്ചാ വിഷയമാവും. ഇതാണ് അവിടുത്തെ വിഷയം. അല്ലാതെ ഒരുപാട് പാതിരാ പ്രസംഗങ്ങളല്ല, അല്ലെങ്കിൽ വാദോരാതെയുള്ള പ്രസംഗങ്ങളല്ല, വാചകമടികളല്ല. വേറെ ഇൻഫാഖിനെ കുറിച്ച് എന്തായിരുന്നു പറഞ്ഞത്? പ്രതിഫലത്തിന്റെ കണക്ക്, തോത് ഓർമ്മയില്ല. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു തോത് ഈ ഇൻഫാഖിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടേ. കതിര് കതിരി എത്ര ഇരട്ടി പ്രതിഫലം കിട്ടും? 700. 700 ഇരട്ടി പ്രതിഫലം. പിന്നെ 700 ഇരട്ടി അതിൽ കുറവാണോ അതിൽ കൂടുതലാണോ? അതിൽ കൂടുതലാണ്. 100 ചെലവഴിച്ചാൽ പിന്നെ 200. നിങ്ങൾക്ക് ഇരട്ടിയത് എവിടെ നിന്ന് കിട്ടി? അത് ഞാൻ സങ്കല്പിച്ച് പറഞ്ഞാണ്. ഓർമ്മയെടുത്ത് പറഞ്ഞ ഞാൻ കേട്ടത്. ഏത് ക്ലാസ് ഓർമ്മയെന്ന് പറയരുത്. നമ്മൾ ഇനി പറയുന്നതെല്ലാം ഇപ്പൊ ഒരുപാട് ഇങ്ങനെ നമ്മൾ ഖുർആൻ ഇങ്ങനെ വായിച്ചിട്ടിരിക്കുമ്പോൾ നമ്മൾ കോട്ട് ചെയ്യാൻ പറ്റണം. ഖുർആൻ കോട്ട് ചെയ്യാം. ഓക്കെ, ഖുർആനിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാനിത് വായിച്ചിട്ടുള്ളത് അതിന് ഉറപ്പുണ്ടാവണം. ചിലവഴിച്ചോളിന് എന്നിട്ട് എന്ന് പറഞ്ഞാൽ നിൻ തൊയ്യബാത്ത് നിങ്ങൾക്ക് സ്വതക്കയും ഗിഫ്റ്റും വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. സ്വതക്കയും ഗിഫ്റ്റും വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാല് പിന്നെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഉള്ളവർക്ക് കൊടുക്കുന്നത്. ഗിഫ്റ്റും തമ്മിൽ വ്യത്യാസമാണ്. ഇപ്പൊ നോട്ട്ബുക്ക് നോക്കി വായിക്കാണ്. നോട്ട്ബുക്ക് നോക്കിയതാ, അപ്പൊ ഒന്ന് നോക്കിയതാ. നോക്കാൻ പാടില്ല. അത് ഓർമ്മ ഉണ്ട്. പക്ഷെ മനസ്സിലായില്ല. നിങ്ങൾ നോട്ട്ബുക്ക് നോക്കിയാൽ എനിക്ക് മനസ്സിലാകുമെന്ന്. ഞാനൊന്നും കാണുന്നില്ല, നിങ്ങളുടെ ഒന്നും കാണുന്നില്ല. സൗണ്ട് കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. റെക്കോർഡ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കംപ്ലീറ്റ് എന്നെ മാത്രം കാണുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ പിന്നെ വേറെ ആരും വീഡിയോ ഓൺ ചെയ്താൽ പോലും എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, വേറെന്ത് പറഞ്ഞു? ഇരട്ടിയിൽ അധികമാണോ കുറവാണോ? അല്ല, 700 കൂടുതലാണോ കുറവാണോ? 700 കൂടുതലാണ്. കൂടുതൽ പോയാൽ എവിടം വരെ എത്തും? അത് ഓർമ്മല്ല. എഴുതി വെച്ചിന് കുറച്ച്. പറഞ്ഞ കണക്കറ്റ പ്രതിഫലം. മലയാളത്തിൽ കണക്കറ്റ പ്രതിഫലം എന്ന് പറയുന്നത് വിതൗട്ട് എനി എന്താ പറയാ ലിമിറ്റേഷൻസ്, ഒരു പരിധിയില്ലാതെ കിട്ടുന്നതിന് പ്രതിഫലം കിട്ടുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നത്? ഒരാളോട് പറയുന്നതെങ്കിൽ എന്താണ് അത് ഭയങ്കര സംഭവം. നമ്മൾ പറയുന്നത് ഓക്കെ, ഇത് ഖുർആനിലുണ്ട്, ഞാൻ ഖുർആനിൽ പഠിച്ചതാണ്, ഇത് ഖുർആനിലുണ്ട്, ഇതാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിരിക്കുന്നത്, ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നമ്മൾ ഹദീസ് പറയുകയാണെങ്കിൽ ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ഞാനിത് ഹദീസ് പഠിച്ചിട്ടുണ്ട്, ഹദീസിൽ വായിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ലോകത്ത് ആര് എന്ത് പറയുന്നതിനേക്കാളും ടോപ്പാണ്. വേറെ ഒന്നും പറയാനില്ല. കാരണം ഒരു പണ്ഡിതൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വേറെ അഭിപ്രായം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ വേറെ അഭിപ്രായമില്ല. ഖുർആനിൽ വായിച്ചു എന്ന് പറഞ്ഞാൽ വേറെ അഭിപ്രായമില്ല. എന്താണ് ഫൗണ്ടേഷൻസ് ആണ്. അതായത് ഇസ്ലാമിന് അലംഘനീയമായ തത്വങ്ങളുടെ മേലാണ് ഇസ്ലാം പടുത്തുയർത്തിപ്പെട്ടിരിക്കുന്നത്. അലംഘനീയമായ തത്വങ്ങളുടെ മേലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അവിടെ അലംഘനീയമായ തത്വങ്ങളുണ്ട്, ചില തത്വങ്ങൾ. ഇവിടെ 51 പേര് വോട്ട് ചെയ്താൽ ഓക്കെ, വോട്ട് ഭൂരിപക്ഷം എന്ന് പറയും. അതായത് സംഭവം, അതായത് ഭൂരിപക്ഷം ചില സമയത്ത് സ്വീകരിക്കും, പക്ഷെ ബേസിക് പ്രിൻസിപ്പിൾ ചെയ്യാൻ പറ്റില്ല.
അതാണ് ഹദീസും ഖുറാനും പറയുന്നത്. അതാണ് അലംഘനീയമായ തത്വങ്ങളുടെ മേലാണ് ബാക്കിയെല്ലാം പടുത്തുയർത്തിയിരിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أنفقتم من نفقة أو نذرتم من نذر فإن الله يعلمه وما للظالمين من أنصار إن تبدوا الصدقات فنعما هي وإن تخفوها وتؤتوها الفقراء فهو خير لكم ويكفر عنكم من سيئاتكم والله بما تعملون خبير ليس عليك هداهم ولكن الله يهدي من يشاء وما تنفقوا من خير فلأنفسكم وما تنفقون إلا ابتغاء وجه الله وما تنفقوا من خير يوفى إليكم وأنتم لا تظلمون للفقراء الذين احصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا وما تنفقوا من خير فلأنفسكم وما تنفقوا من خير فإن الله به عليم الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. وما أنفقتم من خير أو نذرتم من نذر فإن الله يعلمه وما أنفقتم من نفقة ചെലവഴിക്കുന്നതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും എന്ത് നിങ്ങൾ ചെലവഴിക്കുന്നുവോ അത് ഔ നദർതും നദറ എന്താണ് നേർച്ചയാക്കി. അപ്പൊ നേർച്ചയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട സംഭവം ഇപ്പോഴും നമ്മൾ നേർച്ചയെ കുറിച്ച് പറയാറുണ്ട്. നേർച്ച തീർന്നു എന്ന് പറയും. നേർച്ച. അപ്പൊ നേർച്ച എന്താണ് എന്നുള്ളത് നമ്മൾ പിന്നെ പറയാം. അവസാനം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. വേറെ മുന്നറിയിപ്പ് നൽകി നേർച്ചയാക്കി രണ്ടർത്ഥമാണല്ലേ? ആണോ? നേർച്ചയാക്കി മുന്നറിയിപ്പ് നൽകിയെന്ന് എവിടെ പറഞ്ഞു? ചില വാക്കുകൾ അതിന്റെ ഗണന മാറുമ്പോൾ നസല അൻസല പോലെ മാറി വരും ചില വാക്കുകൾ കേട്ടോ. അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞത് നസറ എന്ന് പറഞ്ഞാൽ നേർച്ചയാക്കി, സ്വയം നിർബന്ധമാക്കി എന്നതാണ് നസറ. അയാൾ സ്വയം ഇതാക്കി, നിർബന്ധമില്ലാത്തൊരു സംഗതിയെ സ്വയം നിർബന്ധമാക്കി, അതാണ് നസറ എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് പറയാൻ നമ്മൾ നേർച്ചയാക്കി നമ്മൾ പറയാറുണ്ടല്ലോ സാധാരണ. ആ നേർച്ചയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് സമൂഹത്തിൽ ഒരു വിശ്വാസമായി തീർന്നിട്ടുണ്ട് നേർച്ചയാക്കുക എന്നത്. അതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നേർച്ചയാക്കുന്നതും നിങ്ങൾ അള്ളാന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നതും അതിനെ കുറിച്ച് അള്ളാഹ് അറിയുന്നു. വാലിബുകൾക്ക് സഹായില്ല, വിശ്വാസികൾക്കേ സഹായമുള്ളൂ. സഹനശീലനോടൊപ്പമാണ്. അൻതുമുൽ അലൗന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങളാണ് വിശ്വാസികളെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉന്നതർ. അതേപോലെ അള്ളാഹ് എന്ത് ചെയ്തിരിക്കുന്നു? വിശ്വാസികളെ സഹായിക്കുമെന്ന് അള്ളാഹ് എന്ത് ചെയ്തിരിക്കുന്നു? ഉറപ്പ് നൽകിയിരിക്കുന്നു. അങ്ങനെയൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതേസമയം വാലിബുകൾക്ക് ഒരു സഹായിയും ഉണ്ടാവുകയില്ല. നമ്മൾ വിചാരിക്കും വാലിബുകളാണ് ഇപ്പോഴും ജയിച്ച് കയറിക്കൊണ്ടേയിരിക്കുന്നത്. അതിന്റെ കാരണം നമുക്ക് തോന്നുന്നത് വിശ്വാസികൾ അവരുടെ വിശ്വാസം ചെയ്യുന്നില്ല, അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ
വിശ്വാസികൾ യഥാർത്ഥ വിശ്വാസികളായി തീരുന്നില്ല. അതാണ് അതിന്റെ കാരണം. അതിന് നമ്മള് നബിസ്വലാസിന്റെ ചരിത്രം തന്നെ നോക്കിയാണ്. അവർ വിശ്വാസികളായി നിന്നപ്പോൾ അവർ വിജയിച്ചു. അവിടെ ബദറിൽ 313 പേരാണ് 1000 പേരെ പരാജയപ്പെടുത്തിയത്. എന്നിട്ട് പിന്നെയും ഖുർആൻ പറഞ്ഞു കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തിൻ കസീറത്തിൻ. ഇതിൽ നമ്മൾ പഠിച്ചില്ലേ ഈ ബക്കറയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ബക്കറയിൽ നമ്മൾ കേട്ടോ. അതുകൊണ്ടാണ് അൽ ബക്കറ ഓന്ന വീട്ടിൽ എന്താ പറഞ്ഞത്? വരില്ല. പിശാചി വരില്ല. വെറുതെ ഇരുന്ന് ഓദിക്കൊണ്ടിരുന്നാ പോരാ, അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കണം, ചിന്തിച്ച് വായിക്കണം. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ അൽ ബക്കറയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും അൽ ബക്കറയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അള്ളാഹ് എന്ത് ചെയ്യുന്നു? അപ്പൊ അക്രമികളെ അള്ളാഹ് സഹായിക്കില്ല, അള്ളാഹ് സഹായിക്കുന്ന വിശ്വാസികളാണ്. അപ്പോ അടുത്ത സുഹൃത്തിൽ ആലി ഇമ്രാൻ നമ്മൾ കുറച്ചുകൂടെ വിശദമായിട്ട് ആ പോയിന്റിനെ പഠിക്കും. ഉഹദ് യുദ്ധത്തിൽ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടതും ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ജയിച്ചതും ഒക്കെ അവിടെ പറയുന്നുണ്ട് ആലി ഇമ്രാൻ. എന്തുകൊണ്ട് ബദർ യുദ്ധത്തിൽ ജയിച്ചു എന്ന് ചോദിച്ചാൽ അവർ വിശ്വാസികളായിരുന്നു 100%. യോമൽ ഫുർഖാൻ യോമൽ തഖൽ ജംആൻ എന്നൊക്കെ പറഞ്ഞു. 2 സംഘങ്ങൾ ഒരുമിച്ച് ഓടിയ ദിവസം യോമൽ ഫുർഖാൻ എന്നൊക്കെ പറഞ്ഞു. അത് സത്യാസത്യ വിവേചന, സത്യവും അസത്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. അവിടെ വിജയിക്കുന്നത് ആര് എന്നത് ഒരു 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 പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. ജീവൻ മരണ പോരാട്ടമായിരുന്നു. അവിടെ വിശ്വാസികൾ പരാജയപ്പെട്ടാൽ പിന്നീട് ആരും അള്ളാഹെ ഓർമ്മിക്കാനില്ല. അപ്പൊ ആ സന്ദർഭത്തിൽ അള്ളാഹ് അവരെ സഹായിച്ചു. എന്നിട്ട് ശത്രുക്കൾ 1000 പേര് നോക്കുമ്പോഴത്തേക്ക് നോക്കുക, ഇതെല്ലാം ഇരട്ടിയായിട്ടാണ്, എല്ലാം ഇരട്ടിയായിട്ടാണ് കാണുക. ഒരുപാട് എണ്ണമുള്ളത് പോലെയാണ് അവർ നോക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? അവർ ശക്തി ക്ഷയിക്കുകയും അവർ പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞത്. എന്നിട്ട് അതെ ആ ഉദ്ധരണിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കബീലത്തും കലപത്തും കെസിയർത്തും രീതിയില്ല. അള്ളാന്റെ അനുമതിയോട് എത്ര ചെറിയൊരു സംഘങ്ങൾ വലിയൊരു സംഘങ്ങളെ പരാജയപ്പെടുത്തി. ഇപ്പൊ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈമാൻ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈമാൻ ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടോ എന്നതാണ് നമ്മളോട് അള്ളാഹ് ചോദിക്കുന്നത്. ഈമാൻ ഉണ്ടെങ്കിൽ ഈമാൻ അനുസരിച്ച് നിന്നാൽ വേറെ ആരും നമ്മളെ തലയിൽ വരില്ല. അതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. ഇൻ തുബ്ദു സ്വദഖാതി ഫനിഅമ്മാ ഹിയ. ഇൻ തുബ്ദു സ്വദഖാതി. തുബ്ദു എന്നതിന്റെ മാദി എന്താണ്? അബദ്ധ. അബദ അല്ല, അബദ. അബദ അല്പം നീട്ടണം, 2 ഹർക്കത്ത്. അബദ മുലാരി ബുദ്ധി. അബദ യുബിദി. എപ്പോൾ പറഞ്ഞാലും ഇതിന്റെ അതിന്റെ മാദി എന്താന്ന് ചോദിച്ചാൽ അബദ യുബിദി എന്ന് പറയും. മാദി മുലാരി കൂടി ചേർത്തോളം പറയാം. കാരണം പിന്നെ രണ്ടാമത് ചോദ്യത്തിന് പ്രസക്തി ഇല്ല. അബദ യുബിദി. യുബിദി യുബദൂന എന്നാണ് വരിക. ഹദാ യഹദി പോലെ, ഹദാ യഹദി പോലെ യുബിദി യുബദൂന എന്നാണ്. അപ്പൊ നമ്മള് ഇതിലുണ്ടല്ലോ അബദ അല്ല, അബദ എന്നാണ് പറഞ്ഞത്. 2 ഹർക്കത്ത് നീട്ടണം എന്ന് പറഞ്ഞു. പേനോ ചെയ്യുന്നുണ്ടോ നിങ്ങള്? പേന വെച്ച് എഴുതിയിട്ടുണ്ടോ? അബദായി വിധി എഴുതിയോ? ഞാൻ അങ്ങനെ ഒന്നും എഴുതൂല, അക്ഷരം എഴുതില്ല. പേന താഴ്ത്തിക്കുക. അപ്പോ അബദ യുബദി എന്നാണ്. അബദ അല്ല, അത് വേറെ. അബദ വേറെ, അബദ യുബദി വേറെ. ഇത് അബദ യുബദി ഹദാ യഹദി പോലെ. ഹദാ അബദ യുബദി യഹദി പോലെ. അപ്പൊ നിങ്ങൾ അഡ്വാൻസ്ഡ് അറബിക് കോഴ്സ് ഈ ക്ലാസ്സിലുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. അത് മാസ്റ്റർ ടേബിളൊക്കെ എഴുതാൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അത് പ്രാക്ടീസ് ചെയ്യും. ഈ മാസ്റ്റർ ടേബിൾ എഴുതിയിട്ട് ഹദായും അതേപോലെ തന്നെ അബദായും എങ്ങനെ മെർജ് ചെയ്യാവുന്നതാണ്. 2 പേർ ടേബിളിൽ വരും ഒരു നോട്ട്ബുക്കിൽ. അപ്പൊ നമ്മള് 3ാമത്തെ ടേബിൾ, അത് ആദ്യം ആ ടേബിൾ എഴുതാൻ പറഞ്ഞു. 4 ഗ്രൂപ്പിന്റെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആ 4 ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഗ്രൂപ്പ്. അപ്പൊ ദുർബലാക്ഷം അവസാനമുള്ള ഗ്രൂപ്പ്, ദുർബലാക്ഷം അവസാനമുള്ള ഗ്രൂപ്പ് വരുമ്പോൾ അവിടെ അത്
ഹദ പോലെ അബദായും വരും. അപ്പൊ അബദായുടെ ടേബിൾ എഴുതുമ്പോൾ ഹദായുടെ ടേബിൾ എഴുതിയിട്ടാണ് പിന്നെ അബദായി വരും. അപ്പൊ അത് അവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും കേട്ടോ. അത് പറഞ്ഞില്ലെങ്കിൽ ഇത് പറഞ്ഞുതരാൻ പറയാം. ആ ദുർബലാക്ഷം വരുന്ന ക്രിയകളുടെ ഇത് എഴുതിയതിന് ശേഷം 3+ വരുമ്പോഴാണ് അത് പഠിപ്പിക്കുക. ഓക്കെ. അപ്പൊ ഇൻ തുബദു സ്വദഖാത്തി, അബദായുടെ അർത്ഥം എന്താണ്? തുടങ്ങി ആ അങ്ങനെയൊന്നും തുടങ്ങിയത് ശരിയാവില്ല. ആ തുടക്കമൊക്കെ മതിയാക്കി വെളിവാക്കി വെളിവാക്കണം കേട്ടോ. അറിയുന്ന കാര്യമൊക്കെ വെളിവാക്കണം. ഇൻ തുബദു സ്വദഖാത്തി, എന്താണ് സദഖാത്തിന് കസ്റ വരാൻ കാര്യം? ഇലാഫത്താണ്. സംബന്ധിക വിഭക്തി. ഇലാഫത്തിന്റെ ഒന്നാമത്തെ പദം എന്തായിരിക്കണം? ആദ്യത്തെ പദത്തിന് അല്ലുണ്ടാവുകയില്ല. ഒന്നാമത്തെ പദം എന്തായിരിക്കണം? നാമമായിരിക്കണം കേട്ടോ. രണ്ടും നാമമാണ്. ഇലാഫത്തിന് രണ്ടും നാമമാണ് കേട്ടോ. അപ്പൊ അത് എല്ലാം മാറി. ഇവിടെ നമ്മൾ മാവി എന്താണെന്ന് ചോദിച്ചു. അപ്പൊ മാവി എന്താണെന്ന് ചോദിച്ചാൽ അത് ക്രിയയാണെന്ന് മനസ്സിലായി. ഓക്കെ. ക്രിയയെ വേറൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്യില്ല. ക്രിയ കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് കർത്താവും കർമ്മവുമാണ്, സബ്ജക്റ്റും ഒബ്ജക്റ്റും. ഫായിലും മഫ്ഊലും വേണം. ക്രിയയുടെ ഫായിലും മഫ്ഊലും. ഇവിടെ എന്താ കിസ്റ കാര്യം? കിസ്റ കാര്യം എന്താ? ഇലാഫത്തല്ലേ? അപ്പൊ പറഞ്ഞു മിണ്ടരുത് വേറൊരാൾ പറഞ്ഞു. നഫർ എലിമണി സ്ത്രീലിംഗ ബഹുവചനം. ബഹുവചനത്തിന് ആത്തുകൊണ്ട് എന്ത് ചെയ്യണം? സ്ത്രീലിംഗ ബഹുവചനം ഉണ്ടാക്കണം. ആത്തുകൊണ്ട് സ്ത്രീലിംഗ ബഹുവചനം ഉണ്ടാക്കണം. പിന്നെ ഉണ്ടാക്കിയിട്ട് കെസറ് കൊടുക്കുന്നത് എപ്പോഴേ? തുറന്ന താ കൊടുത്തിട്ട് കെസറ്. ഏതില്? എന്നിട്ട് കെസറ് കൊടുക്കൂലേ താക്ക്? എപ്പോഴാണ് കെസറ് കൊടുക്കുന്നത്? ഫത്തഹ സ്വീകരിക്കാത്തതിനാൽ കെസറ് കൊടുക്കും. എന്ത് കാരണം? കർമ്മത്തിന് കർമ്മത്തിന് കെസറ് കൊടുക്കണം കേട്ടോ. തുബുദു, നിങ്ങൾ വെളിവാക്കിയാൽ. ഇൻ തുബുദു, നിങ്ങൾ വെളിവാക്കിയാൽ. തുബുദുവിന് ഞാൻ ഉണ്ട് കേട്ടോ. യുബുദി യുബുദൂനെ, തുബുദി തുബുദൂനെയാണ്. അപ്പൊ ഇൻ വന്നുകൊണ്ട് ജസ്മി ചെയ്തത് കാരണമായി ഹംസയാരുണ്ട്. പറയുന്ന ഒരു കാര്യം പറയും, വേറൊരു കാര്യം പറയുന്നില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചെങ്കിലും ഇരിക്കുക. ഞാൻ പറയുന്നെങ്കിലും മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ ചോദിച്ചപ്പോഴൊന്നും മണ്ടിയില്ല. സദഖാത്ത് എന്തിനെ വെളിവാക്കിയാൽ? സദഖാത്തിനെ വെളിവാക്കിയാൽ, സദഖകളെ വെളിവാക്കിയാൽ. അത് നല്ലത് തന്നെ. ഞെളിമയാണ് കേട്ടോ. ഞെളിമ എന്നാണ്. പക്ഷെ അത് മായങ്ങളെ ചേർന്നിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞെളിമ എന്നാണ് അതിന്റെ അടിസ്ഥാനം. അത് ഞെളിമയും മായങ്ങളെ ചേർത്തിട്ടാണ്. ഞെളിമയാണ് ശരിക്കും അവിടെ ഉള്ളത് കേട്ടോ. എഴുതുന്ന നല്ലത് തന്നെയാണ്, അല്ലെങ്കിൽ എത്ര നല്ലതാണ്. അത് ജന്മത്താണ് അനുഗ്രഹം. ഇത് ജന്മയാണ് കേട്ടോ. ജന്മ എന്ന് പറഞ്ഞില്ലേ? ജന്മ ബീസ പഠിച്ചില്ലേ? ജന്മ ബീസയും പഠിച്ചല്ലേ നമ്മള് ആദ്യം പഠിച്ചു. ഫൈനൽ വെബിനാറിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ പഠിപ്പിച്ചു ജേർണൽ ബേസ്. ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ജേർണൽ ബേസിലേക്ക് നമ്മൾ പോയില്ല. ഒരുപാട് സമയം നീണ്ടു പോകുന്നുണ്ട്. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് ജനമ മാഹിയ എന്നാണ്. ജനമ മാഹിയ എന്നാണ്. അതെത്ര നല്ലതാണ്. ജനമ എന്ന് പറഞ്ഞാൽ ഹൗ ബെസ്റ്റ് എന്നാൽ എത്ര നല്ലതാണ്. ജനമ വേറെ ഒരുപാടുണ്ട്. ജനമാഹിയ അതെത്ര നല്ലതാണ്, അല്ലെങ്കിൽ അത് നല്ലത് തന്നെ എന്ന് പറയാം. അപ്പൊ സദക്ക വെളിവാക്കരുത് എന്ന് പറയാൻ പാടില്ല. വെളിവാക്കരുത് എന്ന് പറയാൻ പാടില്ല. രഹസ്യമാക്കി ചെയ്താൽ അതിന് നല്ല പ്രതിഫലം.
എത്ര പ്രതിഫലമുണ്ട് രഹസ്യമാക്കി ചെയ്താൽ? രഹസ്യമാക്കി ചെയ്താൽ അള്ളാന്റെ അർഷിന്റെ തവണ കിട്ടത്തക്ക പ്രതിഫലമാണ്. അള്ളാന്റെ അർഷിന്റെ തവണ കിട്ടുക. സൂര്യൻ തലയ്ക്ക് മീതെ ഒരു ചാൺ ഉയരത്തിൽ മാത്രമുള്ളപ്പോൾ ഖിയാമത്ത് നാളിൽ അള്ളാന്റെ അർഷിന്റെ തണൽ മാത്രമേ അവിടെ ലഭിക്കൂ. അർഷിന്റെ തണൽ ലഭിക്കുന്ന 7 കൂട്ടരിൽ ഒരാളാണ് സദക്ക രഹസ്യമായി കൊടുക്കുന്നത്. ഇടത് കൈ കൊടുത്തത് വലത് കൈ അറിയാതെ. ഇടത് കൈയിലല്ല കൊടുക്കുന്നത്, വലത് കൈയിലാണ് കൊടുക്കുന്നത്. വലത് കൈ കൊണ്ട് വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ. തിരിച്ചു പറഞ്ഞു ഞാൻ. പറയുമ്പോ തിരിയാൻ പാടില്ല. തിരിഞ്ഞില്ലെങ്കിൽ തിരിയുന്നത് വരെ പറയരുത്. തിരിഞ്ഞില്ലെങ്കിൽ തിരിയുന്നത് വരെ പറയരുത്. പറയുമ്പോ തിരിക്കരുത്. അപ്പോ ഹൈറുല്ലക്ക്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? വെളിവാക്കുന്നത് നല്ലത് തന്നെ, കുഴപ്പമൊന്നുമില്ല. കാരണം ചില സന്ദർഭത്തിൽ നമ്മൾ വെളിവാക്കേണ്ടി വരും. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ കൊടുക്കും എന്ത് കാണുകയാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? കൊടുക്കുമ്പോ വെളിവാക്കാം. അപ്പോ അബദയുടെ ഓപ്പോസിറ്റ് ആണ് അഹ്ഫ. അബദ വെളിവാക്കി, മറച്ചു വെച്ചു. രണ്ട് വാക്കും എന്റെ മുകളിൽ താഴെ എഴുതിയിട്ടുണ്ട്. വിപരീതമായിട്ട് എഴുതി പഠിച്ചോ. വിപരീത പദം. അഹ്ഫ വെളിവാക്കി, അബദ വെളിവാക്കി, അഹ്ഫ മറച്ചു വെച്ചു. നേരത്തെ പറഞ്ഞതുപോലെ അഹ്ഫ അബദ എല്ലാം ഒരേപോലെയാണ്. അഹ്ഫ മറച്ചു വെച്ചു. നിങ്ങൾ അതിനെ മറച്ചു വെച്ചാൽ കൊടുക്കുകയും ചെയ്താൽ അൽ ഫുഖറാ ദരിദ്രർക്ക് കൊടുക്കുകയും ചെയ്താൽ ഫഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഉത്തമമാണ്. അതിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഹദീസിൽ വന്നിട്ടുണ്ട്. സമയത്തും യുമല്ലിഹുല്ലാഹു ഫീ യുമല്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ. 7 വിഭാഗം ആൾക്കാർക്ക് അല്ലാഹ് തള്ളു കൊടുക്കും. അതിലൊരു വിഭാഗം എന്താണ്? ഒരു വിഭാഗമാണ് റജുലുൻ തസദ്ദഖ അഖ്ഫ ഹത്താ ലാ യഅലമു ശിമാലുഹു മാ യുൻഫിഖു ബിയമീനിഹി. തന്റെ വലത് കൈ കൊണ്ട് എടുത്ത് കൊടുത്തത് ഇടത് കൈ അറിയാത്തത്ര രഹസ്യമാക്കി കൊടുത്ത വ്യക്തിക്ക് അള്ളാഹ് അർശിന്റെ തണൽ നൽകും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കൊടുത്താൽ ഖൈറുല്ലക്കും, അത് നിങ്ങൾക്ക് ഉത്തമമാണ്. വയുകഫിറു അൻകും മിൻ സയ്യിആതിക്കും, നിങ്ങളുടെ സയ്യിആത്ത് പുറത്തു തരും. അപ്പൊ ഏത് സയ്യിആത്താണ് പുറത്തു തരുന്നത്? അസ്സിഗാർ. കേട്ടോ, സയ്യിആത്ത് സിഗാർ ചെറുപാപങ്ങളാണ്, വൻ പാപങ്ങളല്ല. വൻ പാപങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. വൻ പാപങ്ങൾ ചെയ്താൽ തൗബ ചെയ്യണം. തൗബ ചെയ്യേണ്ട പാപങ്ങളുണ്ട്. അതായത് തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ സംഭവം ചെയ്യണമെന്നല്ല പറഞ്ഞിട്ടാണ്. അവിടെ പിന്നെ എന്താ പറയുക, വയലിലൊക്കെ പോയിരുന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ വയലിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് പള്ളിയിൽ ഇരിക്കാൻ സമ്മതിക്കാൻ പറഞ്ഞ സമയത്ത് പള്ളിയിൽ പോകുന്നതിന് തടയുകയും വയലിൽ പോയി ഇരിക്കാൻ പറയുകയും ചെയ്യുന്ന തൗബയല്ല. വയലിൽ പോയിരുന്നിട്ട് തൗബ തൗബയല്ല. തൗബ എന്ത് ചെയ്യേണ്ടത്? റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാളത്ത് ഐനാഹു എന്ന് പറഞ്ഞ 7 വിഭാഗം ആൾക്കാർക്ക് അള്ളാഹ് തണൽ കൊടുക്കുമല്ലോ. അതിൽ ഒരു വിഭാഗം നമ്മൾ പറഞ്ഞു രഹസ്യമായി സദഖ ചെയ്യാം. രണ്ടാമത്തെ ഒരു വിഭാഗം ഏതാണ്? റജുലുൻ, ഒരു വ്യക്തി. റജുലൻ എന്ന് പറഞ്ഞാൽ എല്ലാ പുരുഷന്മാരെയും നായികളൊന്നും ഇല്ലല്ലോ. റജുലൻ എന്ന് പറഞ്ഞാൽ വ്യക്തി എന്ന അർത്ഥത്തിൽ ദാമീർ ഉപയോഗിക്കും. റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാളത്ത് ഐനാഹു, അള്ളയെ ഓർമ്മിച്ച് അങ്ങനെ കണ്ണീരൊഴിക്കുന്ന. ഖാലിയൻ, അവൻ കാലിയായി മാറി ഒഴിഞ്ഞിരുന്നിട്ട്. ഖാലിയൻ, ആരും കാണാതെ ഒഴിഞ്ഞിരുന്നിട്ട് എന്ത് ചെയ്യാ? ഖാലിയൻ ഫഫാളത്ത് ഐനാഹു, അങ്ങനെ അവൻ ചെയ്തു പോയ പാപങ്ങൾ ആലോചിച്ചിട്ട് എന്ത് ചെയ്തു? ഫഫാളത്ത് ഐനാഹു, തന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി. അങ്ങനെ തൗബ ചെയ്യുന്നവരാണ് തൗബ എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ ആൾക്കാരും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരാൾ ചെല്ലി കൊടുക്കുക ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് തൗബയൊന്നും ആവില്ല. അത് തൗബയാവില്ല. തൗബ എന്ന് പറഞ്ഞാൽ അറബി തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. തൗബ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാനും ചെയ്തു പോയി, എനിക്ക് പുറത്തല്ലേ എന്ന് പറയാം. പിന്നെ ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടെങ്കിൽ വീട്ടാനുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. ആരോടെങ്കിലും നമ്മൾ അവരുടെ അഭിമാനം ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ അയാളോട് മാപ്പി വയ്ക്കണം. വ്യക്തിപരമായി ചെയ്ത കാര്യങ്ങൾ, വ്യക്തിയോട് ചെയ്ത കാര്യം വ്യക്തിയിൽ തന്നെ അയാളുടെ പ്രോപ്പർട്ടിയൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ അങ്ങോട്ട് നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടു കൊടുക്കണം. എന്നാലേ തൗബ സ്വീകരിക്കുള്ളൂ. പിന്നെ അതുപോലെ സംഭവം ചെയ്യാൻ പാടില്ല. ആ കൂട്ടുകാരെ വിടണം, അവിടെ നിന്ന് താമസം മാറ്റണം. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എവിടെ താമസിക്കുന്നത് അവിടെയാണ് ഈ പാപം
ചെയ്യാൻ കാരണമാകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറണം. അവിടെ നിന്ന് എന്ത് ചെയ്യണം? അവിടെ വീടും പേരടൊക്കെ വിറ്റിട്ട് വേറെ സ്ഥലത്ത് പോകണം. എന്റെ വീടും പേരൊന്നും വിൽക്കാൻ പറ്റില്ല, എന്റെ നാടാണ് നാടിനാണെന്ന് പറഞ്ഞിട്ട് കാര്യം. അവിടെ വിറ്റിട്ട് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഹദീസിലുള്ളത്. അതാണ് തൗബ. അങ്ങനെ ഇത് ചെയ്യണം. തൗബ ചെയ്താലേ വൻ പാപങ്ങൾ പുറത്തു കൊടുക്കുള്ളൂ. അല്ലാതെ എന്താണ്? അല്ലാതെ ചെറു പാപങ്ങളെല്ലാം സദക്ക കൊണ്ട് പുറത്തു കിട്ടും. സദക്ക വർദ്ധിപ്പിച്ചാൽ മതി. ും ആറ്റിക്കും. അപ്പൊ നമ്മള് കുറെ കാലം എന്തൊക്കെയോ തെറ്റൊക്കെ ചെയ്തു പോയി. പിന്നെ നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങിയാലും എന്ത് ചെയ്യാം? പശ്ചാത്തപിച്ച് മടങ്ങുന്നതിനോടൊപ്പം തൗബ ചെയ്യുന്നതിനോടൊപ്പം സദക്കയോട് കൊടുത്താൽ രണ്ടും കോമ്പൻസേറ്റ് ചെയ്തു പോകും. കാരണം നമുക്കറിയില്ല ഒരുപാട് പാപങ്ങൾ ചെയ്തു. അപ്പോ വൻഭാഗങ്ങളുണ്ടാവും, ചെറുഭാഗങ്ങളുണ്ടാവും. അപ്പൊ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് അല്ലാണ്ട് തൗബ ചെയ്യാണ്. എന്താ വൻഭാഗങ്ങളെല്ലാം പുറത്തുള്ള എന്തൊക്കെയാണ് ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ളതൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുക. അതോടൊപ്പം എന്ത് ചെയ്യുക? സദക്കയും കൂടെ കൊടുത്താൽ ചെറുഭാഗങ്ങളെല്ലാം കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് പോകും എന്നാണ്. അപ്പൊ അങ്ങനെയാണ് ആറ്റിക്കും നിങ്ങളുടെ പാപങ്ങളിൽ നിന്നും പുറത്തു തരും എന്ന് പറഞ്ഞാൽ. അപ്പൊ സയ്യാത്ത് വലിയ വൻപാപാണെങ്കിൽ അത് പുറത്തു വരും, അല്ലാത്ത ചെറിയ പാപങ്ങളാണെങ്കിൽ പുറത്തു വരും. അല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അതിനടുത്ത് പറഞ്ഞത് അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണോ അതിനെ കുറിച്ചെല്ലാം ഖബീറാണ്. ഖബറിന്റെ പിന്നിലുള്ള ഖബർ അറിയുന്നവനാണ്. ഇതാണ് ഖബീർ എന്നത്. ഖബറിന്റെ പിന്നിൽ ഒരു ഖബർ ഉണ്ടാവും. വരികൾക്കിടയിൽ അല്ലെങ്കിൽ പിന്നാമ്പുറം വാർത്തയിൽ അപ്പുറം ഉണ്ടാവും. അത് അതിന്റെ കാര്യകാരണം ഒക്കെ ചിന്തിച്ച് കാര്യകാരണമൊക്കെ കൃത്യമായി അറിയുന്നയാളാണ് അള്ളാഹ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹ് എന്ത് ചെയ്യും? പുറത്തു വരികയോ പുറത്തു വരാതിരിക്കുകയോ ചെയ്യും. പുറത്തു തരുന്നത് ചെറുപാവങ്ങൾ പുറത്തു തരും, വൻപാവങ്ങൾ പുറത്തു തരില്ല. ഏതൊക്കെ പുറത്തു തരണം എന്നത് അള്ളാഹ് തീരുമാനിക്കും. അതാണ് ബിമാ തഅമലൂന ഖബീർ. ലൈസ അലൈക ഹുദാഹും. ചിലപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചിട്ടുണ്ടാവും ഇയാള് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു, എന്റെ മൂത്താപ്പയാണ്, മൂത്താപ്പ ഇസ്ലാം സ്വീകരിച്ചിരുന്നത് എത്ര നന്നായിരുന്നു എന്ന് വിചാരിക്കും. അതേപോലെ നമ്മൾ വിചാരിക്കും അയാൾ നല്ലതായിരുന്നു, എത്ര നന്നായിരുന്നു എന്ന് വിചാരിക്കും. നമ്മളെ വാദപ്രതിവാദത്തിലും വാദിച്ച് ഈ പറയുന്ന പോലെ അല്ല, ഞാൻ പറയുന്നത് ശരി, നീ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാദപ്രതിവാദം. ഇത്രയും വാദിച്ച് അയാളെ പരാജയപ്പെടുത്തുന്നതോട് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ അയാൾക്ക് തെളിവുകൾ നിരത്തുക, തെളിവുകൾ ബോധ്യപ്പെടേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. തെളിവുകൾ ബോധ്യപ്പെടേണ്ടത്, ഈ തെളിവുകളെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് അയാളുടെ ബാധ്യത. നമ്മൾ തെളിവുകൾ നിരത്തുക മാത്രമേ വേണ്ടൂ. അതാണ് പറയുന്നത് ലൈസ അലൈക ഹുദാഹും. അവരുടെ മാർഗദർശനം നിന്റെ അലൈക്ക എന്ന് പറയുന്നത് എന്താർത്ഥം? അലൈക്ക നിന്റെ ഉത്തരവാദിത്തമല്ല, നിന്റെ മേൽ ബാധ്യതയല്ല. അല എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥം കൂടെ ഉണ്ട്. ആ അർത്ഥമാണ് ഇവിടെ ഉള്ളത്. ലൈസ അലൈക്ക ഹുദാഹും. ലൈസ അലൈക്ക എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ ബാധ്യതയല്ല. ഹുദാഹും അവരുടെ മാർഗദർശനം. വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. അവൻ ഉദ്ദേശിക്കുന്നവരെ അല്ലാഹ് വഴി കാണിക്കുന്നു, നേരെ വഴി കാണിക്കുന്നു. വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഹുദ കൊടുക്കുന്നു. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസികും. ഇതിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. വമാ തുൻഫിഖൂ, എന്തെന്നാണോ നിങ്ങൾ ചെലവഴിക്കുന്നത്, മിൻ ഖൈരിൻ നന്മയാൽ, നന്മയിൽ നിന്നൂന്നല്ല കേട്ടോ, അവിടെ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അവിടെ ബാ ഷർത്തിയായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നിന്റെ അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്, ഉപാധിയായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ എന്തൊന്ന് ചെലവഴിക്കുന്നുവോ അത് ഫലി ഔഫസിക്കും, അത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്. ഫോർ യുവർ സെൽസ്, നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെലവഴിക്കാൻ പറഞ്ഞത് ചെലവഴിക്കുമ്പോൾ പ്രതിഫലം കിട്ടും. അള്ളാഹ് പറഞ്ഞു ഫീ സബീലില്ലാ, അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുമെന്ന്. അപ്പം അങ്ങനെ ചെലവഴിക്കുന്നതിന് മഹറമായി കാണാൻ പാടില്ല എന്ന് വേറെ സ്ഥലത്ത് വേണം. അതിന് കടമായി കാണാൻ പാടില്ല. അള്ളാഹ്ക്ക് നിങ്ങൾ കടം കൊടുക്കണം, ആ കടം കൊടുത്തത് തിരിച്ചു കിട്ടും. അങ്ങനെയല്ല കാണും. കടം കൊടുക്കുക എന്ന് പറയുമ്പോൾ കടമായിട്ടല്ല, ഒരു ബാധ്യതയായിട്ടല്ല കാണേണ്ടത്. മറിച്ച് എന്താണ്, കൊടുത്തു കഴിഞ്ഞാൽ എനിക്കാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുക എന്ന് മനസ്സിലാക്കണം. ഞാൻ ആശുപത്രിയിലാണ് വീട് വെച്ചിരിപ്പം മഴ പെയ്യാതെ ചോരാതെ കയറി കിടക്കുകയാണ്, എന്നിട്ട് അവിടെ കിടന്ന് അഹങ്കരിക്കാന്ന് പറഞ്ഞു.
അല്ല ഞാനാണ് ഈ അയാൾക്ക് ജോലി വാങ്ങി കൊടുത്തത്, ഇപ്പൊ കിടന്ന് നിഗളിക്കുകയാണെന്ന്. ജോലി ഇട്ടില്ല നീ കാണുമായിരുന്നു, നീ കാറൊന്നും കാണില്ല, ഒരു സൈക്കിൾ പോലും ഉണ്ടാവില്ല. അതല്ല വേണ്ടത്. മറിച്ചെന്താണ്, നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയാണ് കൊടുത്തതെന്ന് മനസ്സിലാക്കുക. എന്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി, എന്റെ പദവി, സ്വർഗത്തിലെ പദവി വർദ്ധിക്കാൻ വേണ്ടി, എനിക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി ഒക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, നമ്മുടെ മനസ്സിൽ നിന്നും പിശുക്ക് മാറുള്ളൂ. അപ്പൊ മനസ്സിന്റെ കളങ്കം മാറ്റണം, അതിന്റെ ലുബ്ധ് മാറ്റണം. അപ്പോഴാണ് മനസ്സിൽ ഉണ്ടാകുന്നത്, മനസ്സ് പവർഫുൾ ആകുന്നത്. അപ്പൊ ആരോഗ്യം ഉണ്ടാകും, അപ്പോ രോഗത്തിൽ നിന്ന് മുക്തമാകും. അതേപോലെ സ്വർഗത്തിന്റെ അവകാശിയായി തീരും. അങ്ങനെ ഉദ്ദേശിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് പറഞ്ഞത്, നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ എന്താണ്, നെഗറ്റീവായാണ്. നിങ്ങൾക്ക് യഥാർത്ഥ നിങ്ങൾ ചെലവഴിക്കുന്നില്ല. മാറി എന്താണ്? നേരത്തെ പറഞ്ഞ് മാം ചോദിച്ചാൽ മുതാലികൾ ചേർത്ത് പറഞ്ഞു. എന്താ അർത്ഥം? ആഗ്രഹിച്ചു, കാംക്ഷിച്ചു. അപ്പൊ വജിഹിൽ എന്താണ് சொல்ற കാര്യം? പ്രീതി. വജിഹിന് കസ കൊടുക്കാൻ കാര്യം അവിടെ ഇലാഫത്താണ്. അപ്പുറത്തേന് അല്ലില്ല, ഇപ്പുറത്തേന് കെസറാണെങ്കിൽ, അപ്പുറത്തേന് അല്ലില്ല, അതിന് കെസറല്ല, ഇപ്പുറത്തേന് കെസറാണെങ്കിൽ അത് മിക്കവാറും എന്താണ്, ഇലാഫത്താകാനുള്ള സാധ്യത. കാരണം അപ്പുറത്തേന് കെസറുണ്ട്, ഇപ്പുറത്തേന് കെസറാണെങ്കിൽ ചിലപ്പോൾ എന്തായി പോകും, അത് വിശേഷണമായി പോകാം. പക്ഷെ ഇവിടെ കെസറില്ല, അപ്പൊ തന്നെ മനസ്സിലാക്കുക, അവിടെ അല്ലില്ല, അവിടെ കെസറല്ല, ഇപ്പുറത്തേന് കെസറാണെങ്കിൽ ഇലാഫത്തായിരിക്കും. വജിഹില്ല, അള്ളാന്റെ മുഖത്തിന്റെ കാംക്ഷിക്കൽ എന്നാണ് ചോദിക്കാത്ത. അള്ളാന്റെ മുഖത്തെ കാംക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാന്റെ മുഖം, അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുണ്ട്. അതെ, തൃപ്തി, അള്ളാന്റെ തൃപ്തി ഉദ്ദേശിക്കുക. വജിഹില്ല. പിന്നെ വീണ്ടും ശക്തിയായിട്ടുണ്ട്. ഉപാധിയായിട്ട് നന്മയാൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്താണോ അത് യുവഫ ഇലേക്ക്, അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കപ്പെടും. വഫ യുവഫിക്ക് എന്താ അർത്ഥം? പൂർണ്ണമായി നൽകും, പൂർണ്ണമായി നൽകും. വഫ യുവഫി. പിന്നെ എങ്ങനെ ഇവിടെ വഫ യുവഫി എന്ന് പറഞ്ഞിട്ട് കസമാണല്ലോ, എന്താണെങ്കിലും പത്തമുണ്ട്. യുവഫി കസമാണ്, ഇവിടെ യുവഫ എന്തെങ്കിലും വന്നു. കർമ്മണി. കർമ്മണി പ്രയോഗം കേട്ടോ. യുസബ്ബഹു ആണ്, സബ്ബഹ ഗ്രൂപ്പാണ്. വഫ എന്ന് പറഞ്ഞാൽ സബ്ബഹ ഗ്രൂപ്പ്. യുസബ്ബിഹുവിനെ എന്താക്കാം? യുസബ്ബഹു. അപ്പൊ എന്തായി? ഇവിടെ ശബ്ദാക്ഷരത്തിന് പത്തഹായി. അപ്പൊ പിന്നെ ദുർബലാക്ഷരം പോയി. ദുർബലാക്ഷരം പോകാൻ കാര്യം എന്താണ്? ഷർത്തിന്റെ റിസൾട്ട് ഇല്ലേ, മാ തുൻഫിഖു, എന്തെന്നാണോ നിങ്ങൾ ചെലവഴിക്കുന്നത്, ആ ഉപാധിയായിട്ട് പറഞ്ഞുകൊണ്ട് യുവഫ. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ റിസൾട്ട് യുവഫ ഇലേക്കും, നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടും എന്നതാണ്. നൽകപ്പെടും. അപ്പൊ യുവഫ എന്നതിന്റെ ദുർബലാക്ഷരം കളഞ്ഞിട്ടാണ് ജസ്മിയത്. കണ്ടീഷന്റെ റിസൾട്ടിന് എന്ത് ചെയ്യണം? ജസ്മിയാണ്. ഉപാധിയുടെ ഫലം അതിന് ജസ്മിയാണ്. ലംബം എന്നതുപോലെയാണ് വരിക. എന്തെന്നാണോ നിങ്ങൾ ചെലവഴിച്ചത്, നന്മയാൽ ചെലവഴിച്ചത് യുവഫ ഇലേക്കും, അത് പൂർണ്ണമായി നിങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകപ്പെടും. വാന്തും ലാ തുംലമൂൻ, നിങ്ങൾ അക്രമം ചെയ്യപ്പെടുന്നതല്ല. നിങ്ങൾക്ക് അതിന്റെ ലവലേശം കുറയ്ക്കുകയില്ല, കൂട്ടുന്നതല്ലാതെ കുറയ്ക്കുകയില്ല. നമ്മൾ ഓവർ ടൈം ഒക്കെ ചെയ്താല്, ഓവർ ടൈം അല്ലെങ്കിൽ പണി ചെയ്താൽ തന്നെ ചിലപ്പോൾ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യും. അല്ലെങ്കിൽ ഓവർ ടൈം തരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞതുകൊണ്ട് തരില്ല.
അതായത് ബോണസ് തരാൻ അല്ലെങ്കിൽ എക്സ്ട്രാ അഡീഷണൽ പൈസയൊക്കെ തരാന്ന് പറയും. അതൊന്നും നമ്മുടെ ബോസുമാര് കൃത്യമായിട്ട് തന്നുള്ളത്. അതേസമയം അല്ല പറയുന്നുണ്ടാ, നിങ്ങൾ എന്താണോ ചെലവഴിക്കുന്നത് അത് എന്തായാലും തിരിച്ചു കിട്ടും. അതിന്റെ ഇരട്ടി. അതിന്റെ ഇരട്ടിയാണ് ഇരട്ടിയാണ് കിട്ടുക. പക്ഷെ അതെന്തായാലും തിരിച്ചു കിട്ടുമെന്നുള്ളൊരു ഒരു സംശയമില്ല. യുവഫയിലേക്കും ഇവിടെ നിങ്ങൾക്ക് തന്നെ തരും എന്ന് പറയാൻ വേണ്ടിയാണ് ഈ പ്രയോഗം വരുന്നത്. ഇവിടെ തോതല്ല പറയുന്നത്, മറിച്ച് എന്താണ്, അത് നിങ്ങൾക്ക് തരും. പരി ഔഫസിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ്. പിന്നെ എന്താണ്, യുവഫ ഇലേക്കും നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും എന്ന് പറയാൻ വേണ്ടിയാണ്. വാന്തും ലാ തൂലമൂൻ, നിങ്ങൾ ഒട്ടും അക്രമം ചെയ്യപ്പെടുകയില്ല. ലാ തളിമൂൻ, നിങ്ങൾ അക്രമം ചെയ്യുകയില്ല. ലാ തുലമൂൻ, നിങ്ങൾ അക്രമം ചെയ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആരും അക്രമം ചെയ്യുകയില്ല. വഫ യുവഫിയുടെ മീനിങ് കൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വഫ യുവഫി എന്ന് പറഞ്ഞാൽ അൽത്താഹു തമാവൻ. അൽത്താഹു അതിനെ കൊടുത്തു. എങ്ങനെ കൊടുത്തു? തമാവൻ, പൂർണ്ണമായി. അതിനാണ് നമ്മള് പൂർണ്ണമായി നൽകിയത് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആർക്കാണ് കൊടുത്തത്? അതാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അത് കൊടുക്കുന്നത് ആർക്കാണ് കൊടുക്കുന്നത്? അത് കൊടുക്കുന്നത് ആർക്കൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് വേറൊരു തരം ഫുഖറ ആണ്. നമ്മൾ ജനറൽ ഫുഖറായും മസാക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ജനറൽ ഫുഖറ പൊതുവായിട്ടുള്ള ദരിദ്രന്മാര് അഗതികളുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇവിടെ ഫുഖറായിന് കൊടുക്കുന്നത് അല്ലദീന ഉഹ്സിറൂ. ഉഹ്സിറുവിന്റെ ഉഹ്സിറു എന്ന് പറയുന്നത് എന്താണ്? എന്ത് തരം ക്രിയയാണ്? മണിപ്രയോഗല്ലേ? അതെ, ബന്ധിതമാക്കപ്പെട്ടവർ. അഹ്സറ യുഹ്സിറു, അഹ്സറ യുഹ്സിറു, യുഹ്സറു, യുഹ്സറൂന. ഇവിടെ എന്താണ്? അഹ്സറ എന്ന് പറയുന്നത് മാലിയാണ്. അഹ്സറ അഹ്സറു എന്നത് മാലിയായിട്ട്, മാലിയുടെ മജ്ഹൂൽ എന്താണ്? വഹ്സിറ വഹ്സിറു. അഹ്സറ ബന്ധനസ്ഥനാക്കി, വഹ്സിറ ബന്ധനസ്ഥനാക്കപ്പെട്ടു. വഹ്സിറ അല്ലദീന ഒരു കൂട്ടർ, വഹ്സിറൂ അവർ ബന്ധനസ്ഥനാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ കെട്ടിയിടപ്പെട്ടു. ഏതിൽ കെട്ടിയിടപ്പെട്ടു? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കെട്ടിക്കുടുങ്ങി കിടക്കുകയാണെന്ന് പറയുമല്ലോ. അയാള് ഖുർആൻ ക്ലാസ്സുമായി കെട്ടിക്കുടുങ്ങി കിടക്കുകയാണെന്ന് പറയും. ഖുർആൻ ക്ലാസ്സിൽ ആളെ ക്ഷണിക്കുക, ആളെ കൊണ്ടുവരിക, എടുക്കുന്ന ആളെ, ക്ലാസ് എടുക്കുന്ന ആളെ കൊണ്ടുപോയി ക്ഷണിക്കുന്നു വരിക, ക്ഷണിക്കുക, അല്ലാതെ കോണ്ടാക്ട് ചെയ്യുക, ആളെ എത്തുമ്പോൾ കൊണ്ടുവരിക, അയാൾ താമസ സ്ഥലം ഒരുക്കി കൊടുക്കുക, അയാളെ തിരിച്ചു കൊണ്ടുവിടുക, അയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ക്ലാസ് സജ്ജീകരിക്കുക, ക്ലാസ്സിൽ ഹാൾ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ സ്ഥലം എവിടെയാണെന്ന് തീരുമാനിക്കുക, അവിടെ അത് ബുക്ക് ചെയ്യുക, അവിടെ വേണ്ട സജ്ജീകരണം ചെയ്യുക, അവിടെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അതിൽ കെട്ടിക്കുടുങ്ങി കിടക്കുകയാണെന്ന്. അതേപോലെയാണ് ചെറു, അതിൽ ബന്ധിക്കപ്പെട്ടവരാണ്. അക്ഷര എന്ന വാക്ക് ഉപയോഗിക്കുന്നതാണ് ബന്ധനസ്ഥർക്കാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ബന്ധിച്ചു. അപ്പൊ ഇതിൽ കെട്ടിക്കുടങ്ങി കിടക്കുകയാണ്. എവിടെ? ഈ സബീലില്ല, അള്ളാന്റെ മാർഗത്തിൽ കെട്ടിക്കുടുങ്ങി കിടക്കുന്ന ആൾക്കാരായ ദരിദ്രർക്ക് ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സബീലില്ലാഹി ലാ യസ്തതിഊൻ, അവർ അതിൽ കെട്ടിക്കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് ലാ യസ്തതിഊന. യസ്തതിഊന്റെ ഭാഗം എന്താ? ലാ യസ്തതിഊന, അവർക്ക് കഴിയുന്നില്ല. ലർബിന് കഴിയുന്നില്ല. എങ്ങനെയുള്ള ലർബാണ്? ഫിൽ അർളി, ഫീ. അപ്പൊ ലർബയുടെ ശേഷം ഫീ ഉപയോഗിച്ചാൽ ലർബയുടെ അർത്ഥം എന്താണ്? സഞ്ചരിക്കുക. ലർബ ഫീ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു എന്ന്, അടിച്ചു എന്നല്ല. ലർബൻ ഫിൽ അർളി. അപ്പൊ ഭൂമിയിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ കാലിട്ടടിച്ചിട്ടല്ലേ ഭൂമിയിൽ സഞ്ചരിക്കുന്നത്, അങ്ങനെയുള്ള അടിയാണ്. അതാണ് സഞ്ചരിക്കുക എന്ന് അർത്ഥം കിട്ടിയത്. എന്താണ്? കേട്ടില്ല. വറബയുടെ റായ്ക്ക് പത്തഹല്ലേ അടിച്ചു വരുന്നത്?
എന്തിന് പത്ത് എഴുതുന്നത്? ലാറബ എഴുതിരിപ്പൂന്റെ ക്രിയാധാരം എന്താണ്? അർബുൻ ലാറബ എഴുതിരിപ്പൂന്റെ ക്രിയാധാരം ലർബുൻ. ലർബുൻ എന്ന് വിചാരിച്ചോ? ലർബ് അടി. ഇവിടെ ലർബൻ എന്ന് പറയാൻ കാരണം ലായസ്തത്തിയൂന അവർ സാധിക്കുന്നില്ല. എന്തിന് സാധിക്കുന്നില്ല? ലർബ് എന്ന് വാക്കിന്റെ എന്താണ്? ഒരു ബിഹിയാണ് അല്ലെ, അതിന്റെ ഒബ്ജക്റ്റ് ആണ്, കർമ്മമാണ്. ലായസ്തത്തിയൂന സാധിക്കുന്നില്ല. ലർബൻ സഞ്ചാരത്തിന് സാധിക്കുന്നില്ല. ഇല്ലായിരുന്നു ഭൂമിയിൽ സഞ്ചരിച്ച് അവരുടെ ജീവിതായോധന മാർഗം കണ്ടെത്താൻ കഴിയാതെ അള്ളാന്റെ മാർഗത്തിൽ കെട്ടിക്കുടുങ്ങിക്കിടക്കുന്ന ദരിദ്രർക്ക് വേണ്ടി ചെലവഴിക്കൽ. പിന്നെ അതും തീർന്നില്ല. അതും തീർന്നില്ല. അവര് ആ അള്ളാന്റെ മാർഗത്തിൽ കെട്ടിക്കുടുങ്ങി കിടക്കുകയാണ് എന്ന് മാത്രമല്ല, അള്ളാന്റെ മാർഗത്തിൽ കെട്ടിക്കുടുങ്ങി കിടക്കുകയാണ് ഒരു കാര്യം പറഞ്ഞു. രണ്ട്, അവർക്ക് ഭൂമിയിൽ ഇറങ്ങി സഞ്ചരിച്ച് അവരുടെ ജീവിതായുധ മാർഗം ചെയ്യാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, യഹ്സബുഹുമുൽ ജാഹിലു. ജാഹിൽ ആരാണ്? ആലിമിന്റെ ഓപ്പോസിറ്റ് ആണ് ജാഹിൽ. വിവരമില്ലാത്തവൻ വിചാരിക്കും, അറിവില്ലാത്തവൻ വിചാരിക്കും. യഹ്സബു ഹും, അവരെ കുറിച്ച് വിചാരിക്കും. യഹ്സബു ഹും, യഹ്സബുവിന്റെ കർത്താവ് ജാഹിലാണ്. ഹും യഹ്സബുവിന്റെ ചേർന്ന് തന്നെ അതിന്റെ കർമ്മം അതിനുള്ള ഒബ്ജക്റ്റ്. യഹ്സബു ഹും, അവരെ കുറിച്ച് വിചാരിക്കും. അൽ ജാഹിലു, അറിവില്ലാത്തവൻ. എന്താണെന്ന് വിചാരിക്കും? അഗ്നിയ എന്ന് വിചാരിക്കും. അപ്പൊ അഗ്നിയ എന്ത് സ്ഥാനത്താണ് ഉള്ളത്? മഫ്ഊൽ ബിഹി സാനി, രണ്ടാമത്തെ മഫ്ഊൽ ബിഹിയാണ്. കർമ്മത്തിന്റെ സ്ഥാനത്ത്. യഹ്സബു എന്ന് പറയുമ്പോഴ് യഹ്സബു എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് വിചാരിക്കുന്നതല്ല. കരുതുന്നു എന്ന് പറയുമ്പോൾ ആര് കരുതി, എന്തിനെ കുറിച്ച് കരുതി, അതിനെക്കുറിച്ച് എന്ത് കരുതി, ഇങ്ങനെ വരും. യഹ്സബുഹും എന്ന് പറഞ്ഞാൽ ആര് കരുതി? അൽ ജാഹിൽ കരുതി. ആരെ കുറിച്ച് കരുതി? ഹുബിനെ കുറിച്ച്, അവനെ കുറിച്ച് കരുതി. എന്ത് കരുതി? അഗ്നിയ എന്ന് കരുതി. അപ്പൊ അത് രണ്ടാമത്തെ ഒബ്ജക്റ്റ് ആണ്. ഹുബിലെ ഒന്നാമത്തെ ഒബ്ജക്റ്റ് ക്രിയയോട് ചേർന്നതിന് വരും. രണ്ടാമത്തെ ഒബ്ജക്റ്റ് വേറെ വരും. അതാണ് അഗ്നിയ. പത്തനുള്ള പദമുണ്ടോ നോക്കണം. രണ്ടാമത്തെ ഒബ്ജക്റ്റ് ആണ്. അഗ്നിയ ആണെന്ന് കരുതി. അഗ്നിയാന്റെ ഏകവചനം എന്താ? അഗ്നിയാന്റെ ഏകവചനം അങ്ങനെയാണ്. എല്ലാം അങ്ങനെയാണെന്ന് വിചാരിക്കാം. നാളിയാണ് യോഗ്യം എന്ന് വിചാരിക്കാം. ഖനിയുൻ. ഇപ്പൊ ഉസ്താദിന്റെ ബാധി യോഗ്യം എപ്പൊ തന്നെ ഉടനെ പറയണമെന്ന് വിചാരിച്ചു കാര്യം. ഖനിയാണ് ബാധി. അതുകൊള്ള പഠിച്ചു മാലിയും മുതാരിയും ഒന്നും അറിയില്ലല്ലോ. അഗ്നിയാന്റെ മാലി എന്താണ്? അഗ്നിയാന്റെ എന്താണ് വലിയ? അതല്ല ചോദിച്ചത്. അഗ്നിയാന്റെ എന്താണ് വലിയ? ഏകവചനം. അഗ്നിയാന്റെ ഏകവചനാണ് വലിയ. കേട്ടോ? അഗ്ന സമ്പന്നനാക്കി, അഗ്ന പ്രയോജനം ചെയ്തു, അല്ലെങ്കിൽ സമ്പന്നനാക്കി. അങ്ങനെ അദ്ദേഹം മാലികവും പഠിച്ചിട്ട് അപ്പൊ അഗ്നിയ സമ്പന്നരാണ് എന്ന് അവര് കരുതിയാണ് ഈ ആൾക്കാര്. ആള് ക്ലാസ് കേൾക്കാൻ പോകുമ്പോ അല്ലെങ്കിൽ അവിടെ വോളണ്ടിയറായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് എന്താണ്, ആൾ ടിപ്ടോപ്പിലായിരിക്കും. ആര് കണ്ടാലും നല്ല തേച്ച് പിരിച്ച വസ്ത്രം ഒക്കെ ധരിച്ചിട്ട് നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നു പറയും. കുട്ടപ്പനുണ്ടായിരിക്കും. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇയാള് സമ്പന്നനാണ് എന്ന് അറിവില്ലാത്തവൻ വിചാരിക്കും. എന്തുകൊണ്ടാണ് അയാള് അങ്ങനെ കുട്ടപ്പനായിട്ട് നടക്കുന്നത്? തഅഫുഫ് കാരണം. എന്താണ്?
അയാൾ മാന്യനായി ജീവിക്കുകയാണ്. മാന്യനായി ജീവിക്കുകയാണ്. അപ്പൊ അഫ യഅഫു എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. കുലീനത പാലിച്ചു, അല്ലെങ്കിൽ മാന്യത. മാന്യത പാലിച്ചു, കുലീനത പാലിച്ചു. അതേപോലെ തിന്മകളിൽ നിന്നും അകന്നു നിന്നു, കടന്നു. അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതിന് എന്ത് ചെയ്യും? അഫ യഅഫു എന്ന് പറയും. അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. അതേപോലെ ജനങ്ങളെ അതുള്ള പറയുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. താരിഫും ബി സീമാഹും. സീമ എന്ന് പറഞ്ഞ മലയാളത്തിൽ പറയുമല്ലോ, സീമ അടയാളം. അതിർത്തി, സീമാതീതമായ എന്ന് പറയും. സീമാതീതമായ കേട്ടില്ലേ? എന്താ? അതിരുകളില്ലാത്ത. ഇവിടെ എന്താ? ഇവിടെ അടയാളമാണ്. അതിരടയാളം ഉണ്ടല്ലോ, അതിർത്തിയുടെ അടയാളം. അത് അർത്ഥത്തിലാണ് സീമ എന്ന് പറയുന്നത്. അത് അറബിയിൽ നിന്ന് കടമെടുത്താണ് സീമാതീനം എന്ന് ആക്കിയ ഉപയോഗിക്കുന്നത്. സീമ എന്ന് പറഞ്ഞാൽ അതിരി അല്ലെങ്കിൽ അടയാളം. താരിഫും ബി സീമാഹും. താരിഫു നിനക്ക് മനസ്സിലാകും, ഹും അവരെ, നിനക്ക് അവരെ കുറിച്ച് മനസ്സിലാക്കാം. എങ്ങനെ? ബി സീമാഹും, അവരുടെ അടയാളങ്ങൾ കൊണ്ട് നിനക്ക് അറിയാൻ പറ്റും. അയാൾ കാശില്ലാത്ത ആളാണ്, ദരിദ്രനാണ് എന്നുള്ളതിന്റെ അടയാളം അയാളുടെ കാര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ലാ യസ്അലൂന നാസ, ലാ യസ്അലൂന, അവർ ചോദിക്കുകയില്ല. ആരോട്? നാസ, ജനങ്ങളോട് ചോദിക്കില്ല. ഇൽഹാഫൻ, ബുദ്ധിമുട്ടിച്ചുകൊണ്ട്. ലാ യസ്അലൂന നാസ ഇൽഹാഫൻ, ജനങ്ങളോട് അയാൾ ചോദിച്ചിരിക്കാം. വീട്ടിന്റെ റെന്റ് കൊടുക്കണം, യാത്രയ്ക്ക് ബസ് കൂലില്ല, തിരിച്ചങ്ങോട്ട് പോകാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ അറിയിച്ചിട്ടുണ്ടാകാം, അറിയിക്കുന്ന ആളോട്. പക്ഷെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ തിരിച്ചു പോകുമ്പോ നിങ്ങൾ പോകുമ്പോ പറഞ്ഞാൽ മതി, ഞാൻ കാശ് തരാന്ന് പറയും. രണ്ടാമത് അയാൾ ചോദിക്കാൻ പോവില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അയാള് കാശില്ല, രാത്രി വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ കാശില്ല. രണ്ടാമത് അയാൾ ചോദിക്കാൻ പോലും. ചിലപ്പോൾ അയാൾ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിലൊക്കെ അയാൾ പോയത് തരാം. അയാൾ ചോദിക്കില്ല, രണ്ടാമത് ചോദിക്കില്ല. അറിയിക്കാൻ രീതിയിൽ അറിയിക്കും. പക്ഷേ ഇൽഹാഫൻ, ബുദ്ധിമുട്ടിച്ചുകൊണ്ട്. ഇൽഹാഫ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുക, ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിനാണ് ഇൽഹാഫ് എന്ന് പറയുന്നത്. അങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക. ചില ആൾക്കാർക്ക് പല പ്രാവശ്യം ചോദിച്ചാൽ എന്ത് ചെയ്യാനുള്ളൂ? തരുള്ളൂ. ശമ്പളം പോലും പല പ്രാവശ്യം ചോദിക്കേണ്ടി വരും. ചെയ്യുന്ന ജോലിക്ക് കൂലി ചോദിക്കുമ്പോൾ ശമ്പളം ചോദിക്കുമല്ലോ, അതുപോലും എന്ത് ചെയ്യേണ്ടി വരും? പല പ്രാവശ്യം ചോദിക്കേണ്ടി വരും. ചില ആൾക്കാരോട്. ചില ആൾക്കാർ അങ്ങനെയല്ല, കൃത്യമായിട്ട് ചോദിച്ചാൽ ചിലപ്പോൾ 1-2 ദിവസം വൈകിയാൽ അയാൾ ചോദിച്ചില്ലെങ്കിലും അന്നു ചിലപ്പോൾ അയാൾ മറന്നുപോയതുകൊണ്ടായിരിക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണർത്തിയാൽ കൃത്യമായിട്ട് തരും. അതേപോലെ ഈ അല്ലെങ്കിൽ പറഞ്ഞ ഈ അക്കൂട്ടർ ജനങ്ങളോട് ബുദ്ധിമുട്ടിച്ച് ചോദിക്കുകയില്ല. അതാണ് താഫുഫ് എന്ന് പറയുന്നത്. മാന്യത എന്ന് പറഞ്ഞ് ഇവിടെ പറഞ്ഞ മാന്യത എന്താണ്? അങ്ങനെയാണ്. അയാൾ മാന്യനല്ലെങ്കിൽ എപ്പോഴും ചോദിച്ചിട്ടിരിക്കും, സാറേ സ്ഥലത്തില്ലല്ലോ, ഇക്ക, മാമ, അമീറെ, അല്ലെങ്കിൽ സെക്രട്ടറി, ഇത് അതില്ലല്ലോ, എന്റെ അലവൻസ് കിട്ടിയില്ലല്ലോ, ബോണസ് കിട്ടിയില്ലല്ലോ എന്നൊക്കെ കഴിഞ്ഞ് പറഞ്ഞിട്ടിരിക്കും. യാത്രാ മെത്ത കൊടുക്കും, പക്ഷെ അത് കൊടുത്താലല്ലേ പെട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് കൊടുക്കൂല. അങ്ങനെ കൊടുക്കാതിരുന്നാൽ അങ്ങനെയുള്ള ദരിദ്രന്മാർക്കാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടതാണ്. ദരിദ്രന്മാരെ ചെലവഴിക്കേണ്ട ദരിദ്രന്മാർ ജനറൽ കാറ്റഗറി ഉണ്ട്, അല്ലാതെ ഒരു കാറ്റഗറി ഉണ്ട്. അതാരാണ്? അല്ലദീന ഉഹ്സിറൂ ഫീ സബീലില്ല, അള്ളാഹിന്റെ മാർഗത്തിൽ ബന്ധിതമായവർ, അല്ലെങ്കിൽ അവര് കെട്ടിക്കുറുങ്ങി കിടക്കുന്നവർ. അവർക്ക് ലാ യസ്തതീഊന ദർബൻ ഫിൽ അർദി, മറ്റൊരു പണിയും ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ അറിവില്ലാത്ത ആൾക്കാർ വിചാരിക്കും അയാൾ നല്ല വണ്ടിയിലെ വന്നത്. കാരണം അയാൾ വണ്ടിയിൽ വന്നില്ലെങ്കിൽ കൃത്യസമയത്ത് എത്തൂല, അല്ലെങ്കിൽ അയാൾക്ക് വണ്ടി വാങ്ങിയില്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ നടത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അവിടെ എന്ത് അയാൾ വണ്ടി വാങ്ങിയിട്ടുണ്ട്, നമ്മൾ വിചാരിക്കും വണ്ടിയിലാ വന്നത്, എല്ലാ കാശ് തന്നെയായിരിക്കും, മക്കളൊക്കെ ഗൾഫിൽ നിന്ന് മേടിച്ച് 5 വർഷം ഉണ്ടാവും.
അങ്ങനെ വിവരമില്ലാത്തവൻ യഹ്സബുഹും അവരെ കുറിച്ച് വിചാരിക്കും അഗ്നിയ യഹ്സബുഹുൽ ജാഹിൽ അറിവില്ലാത്തവൻ അവരെ കുറിച്ച് വിചാരിക്കും. പ്രയോജനപ്പെടുക എന്നൊരു അർത്ഥമുണ്ടോ? എന്ത് അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അന്നേരം എവിടെയായിരുന്നു? മാനവൊക്കെ പറഞ്ഞായിരുന്നു. നേരെ വേറെ സംസാരിക്കാൻ അത് അഹന യൊഗനിയുടെ അർത്ഥമാണ്. അഹനിയ അല്ല കേട്ടോ. അഹന യൊഗനി എന്ന് പറഞ്ഞാൽ സമ്പന്നനാക്കി അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടു. അഹന യൊഗനി വലിയ സമ്പന്നൻ, അഹനിയ സമ്പന്നർ. അപ്പൊ സമ്പന്നർ അവരെ കുറിച്ച് അല്ലാതെ വിവരമില്ലാത്തവർ അവരെ കുറിച്ച് സമ്പന്നരാകുക എന്ന് വിചാരിക്കും. എന്തുകൊണ്ടാണ്? മിന തഅഫുഫി അവരുടെ തഅഫുഫ് കാരണമായിട്ടാണ് കേട്ടോ. ഈ ഖുർആൻ വായിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ അതിന് പദങ്ങളുണ്ടോ എന്നൊക്കെ നോക്കരുത്. ഖുർആൻ 604 പേജേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് നമുക്ക് ബുദ്ധിയുള്ളവന് മനസ്സിലാകത്തക്ക രീതിയിലാണ് ഖുർആന്റെ വാക്യമാണ്. ബുദ്ധിയുള്ളവന് മനസ്സിലാകത്തക്ക രീതി. ഉലുൽ അൽബാബ് എന്ന് പറയുമല്ലോ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഖുർആന്റെ കാര്യം. അപ്പം അപ്പം ബിൻ തഅഫുഫിഹിം എന്നാണ് അവരുടെ മാന്യത കാരണമായിട്ടാണ്. താരിഫുഹും ബിസീമാഹും അവരുടെ അടയാളം കൊണ്ട് നിനക്ക് അവരെ അറിയാൻ പറ്റും. ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ അത് ഒരു അടയാളം എന്താണ്? ജനങ്ങളോട് ആവർത്തിച്ച് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ച് ചോദിക്കുകയില്ല. വീണ്ടും പറയണം, ഒമാ തുൻഫിഖു മിൻ ഖൈറിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ എന്താണോ നന്മയാൽ ചിലവഴിക്കുന്നത് അത് അള്ളാഹ് തീർച്ചയായും അറിയുന്നുണ്ട്, അതിന് തക്ക പ്രതിഫലം നൽകും, പാവങ്ങൾ പുറത്തു വരും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് എല്ലാം തീർന്നു. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ പകൽ ഭേദമന്യേ ചിലവഴിക്കുന്നവർ. പകൽ ഭേദമന്യേ ചിലവഴിക്കുന്നവർ. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി രാത്രി വന്നഹാരി പകല് എന്ന് പറഞ്ഞാല് ഏത് നഷ്ടപ്പാതിരി രാത്രി എന്ന് ചോദിച്ചാലും അവരെന്ത് ചെയ്യും? എഴുതി തരും. ബെല്ലടിയോടെ അടി നോക്കുമ്പോ എന്താണ്? ആ ദരിദ്രവാസിയാണ്. അതെ, അല്ലെങ്കിൽ മാമ കാക്ക ആശുപത്രിയിൽ ബില്ലടയ്ക്കണം. ഈ നഷ്ടപ്പാതി രാത്രിയാണ്. നേരം വെളുത്ത വന്നാ പോരെ, നീ പോയിട്ട് നല്ല രാവിലെ വാ, സുബൈക്ക് വന്നു. എന്തായി? അതല്ല, അവരെ കുറിച്ചല്ല പറഞ്ഞു. ഏത് അത്യാവശ്യം സന്ധിച്ച ഘട്ടത്തിലും ഏത് സമയത്തും അവരോട് ചോദിക്കാം. അങ്ങനെ ചെലവഴിക്കുന്നവരാണ്. അല്ലെങ്കിൽ അതിനെ കുറിച്ചാണല്ലോ ബില്ലേജ്. അല്ലാതെ രാത്രി ഉണർന്നതിലും ചെലവഴിക്കുന്നത്. രാത്രി അയാൾ ഉറങ്ങിയാലും എന്ന് ചോദിച്ചാൽ അപ്പഴ എടുത്തേ. അല്ലതിനും ബില്ലൈലി വന്നഹാരി പകൽ ഭേദമന്യേ. ചില ആൾക്കാരോട് ചില ദിവസം രാവിലെ എന്ന് ചോദിച്ചാൽ തരും. വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച രാവിലെ വന്നിരിക്കുകയാണ്. ശനിയാഴ്ച നേരം വെളുക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങിയിരിക്കുകയാണ്. ആ ചെലവഴിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ചില സമയത്ത് ചില ആൾക്കാർ സന്ധ്യക്ക് തന്നെ വന്നിരിക്കുകയാണ്. അല്ല സുബഹിസ്കരിച്ച് പാടെ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും പറയാതെ ആവശ്യക്കാരന് നീയാണ് ഉചിതമായ രീതിയിൽ ഉചിതമായ സമയത്ത് ചെലവഴിക്കുന്നത്. അല്ലെങ്കിൽ രഹസ്യമായിട്ടും പരസ്യമായിട്ടും. കുറെ രഹസ്യമായിട്ട് കൊടുക്കും. കാരണം എന്താ? അരിശിനെ തള്ളിയിട്ടണ്ടേ. കുറെ പരസ്യമായിട്ട് കൊടുക്കും. കാരണം എന്താ? ആചാര്യ കൊടുത്തെന്ന് പറഞ്ഞാല് മറ്റേ ആൾ കൊടുക്കും. സോൻസോ ആള് കൊടുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ ആൾ മറ്റേ ആൾ കൊടുക്കും. അയാള് ഒരു വീട് വെച്ച് പറഞ്ഞാൽ ഇയാള് 2 വീട്. സമൂഹത്തിന് എന്ത് ചെയ്യും? പ്രയോജനം കിട്ടും. അപ്പൊ അങ്ങനെ സമൂഹത്തിന് പ്രയോജനം കിട്ടുന്ന ഉദ്ദേശിച്ചിട്ട് എന്താണ് എന്താവില്ലെന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ വ്യക്തമായി പറഞ്ഞത്. ആദ്യം പറഞ്ഞു ഇൻ തുബ്ദു സദഖ. പറഞ്ഞെല്ലാം ഖുർആനിൽ, എന്റെ വാക്കൊന്നും പറയുന്നില്ല.
ഇൻ തുബ്ദു സ്വദഖാത്തി ഫനിഇമ്മാഹിയ. നിഅമ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര നല്ലതാണ്. വെളിവാക്കി. നിങ്ങൾ സദക്കകൾ വെളിവാക്കിയാൽ എത്ര നല്ലതാണ്. നിങ്ങൾ കൊടുത്തു എന്നറിഞ്ഞാല്, നിങ്ങൾ ഒന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളോട് അസൂയ വ്യക്തിയായ ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യും? രണ്ടെണ്ണം കൊടുക്കും. അവരത് കൊടുക്കണ്ടേ, ഞാൻ രണ്ടെണ്ണം കൊടുക്കും. അപ്പോ ഇയാള് വെളിവാക്കിയത് കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും നന്മയില് പ്രതിഫലത്തിന് കുറവുണ്ടാകും. അത് വേറെ ഇയാൾ മേക്കപ്പ് ചെയ്യണം. പക്ഷെ സമൂഹത്തിൽ എന്തായി? അയാൾ ഒന്ന് കൊടുത്തുകൊണ്ട് 3 വീട് അയാൾ ഒരു വീട് വെച്ച് കൊടുത്തെങ്കിൽ സമൂഹത്തിന് എത്ര കിട്ടി? 3 കിട്ടി. അപ്പൊ എന്താണ്? അത് വേറെ രീതിയിൽ അവിടെ റിസൾട്ട് കിട്ടി അല്ലെ. പിന്നെ പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് നമ്മളിലേക്ക് എന്നായി സീറൻ വാലാനിയത്തിന്റെ രഹസ്യമായി കൊടുക്കുന്നവരും പരസ്യമായി കൊടുക്കുന്നവരും ഉണ്ട്. പലഹും അജുറുഹും, അവരുടെ എല്ലാം കൂലി അള്ളാഹ് എടുക്കലുണ്ട്. അപ്പൊ ഞാൻ പരസ്യം കൊടുത്ത് എന്തിനാണ്? മറ്റേ ആള് ഇനി ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ കൊടുത്തു തുടങ്ങിയാൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചില്ല. അല്ലാതെ എനിക്ക് പ്രസിദ്ധി കിട്ടാൻ വേണ്ടിയല്ല. ഞാൻ കൊടുത്തു തുടങ്ങിയാൽ വേറൊരാൾ കൊടുക്കും. അപ്പോ അത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പരസ്യമാക്കിയത്. അതിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. അള്ളാഹ് നന്നായി അറിയുന്നു. അലീം. അള്ളാഹ് നന്നായി അറിയുന്നു. അപ്പൊ സിറും അലാനിയത്തും എല്ലാം ഖുർആൻ പറഞ്ഞതാ. അങ്ങനെ കൊടുക്കാൻ കേട്ടോ. അർശന് തള്ളിട്ടണമെങ്കിൽ അത് രഹസ്യമായിട്ട് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യണം? കുറച്ച് രഹസ്യമായിട്ട് കൊടുക്കണം, കുറച്ച് പരസ്യമായിട്ട് കൊടുക്കണം. സിറുൻ അലാനിയത്തൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം. രഹസ്യമായി കൊടുത്താലും പരസ്യമായി കൊടുത്താലും അവരുടെ കൂലി അള്ളാന്റെ അടുത്ത് ഉണ്ട്. അക്കൗണ്ടിലേക്ക് അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. പിന്നെ പോസ്റ്റ്പോൺ ചെയ്യുന്ന സംഭവമൊന്നുമില്ല. അപ്പോൾ തന്നെ എന്ത് ചെയ്യും? വരവ് വയ്ക്കും അക്കൗണ്ടിൽ. ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ആണ്. കാരണം നമ്മള് ജസ്റ്റ് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എത്രയോ സമയം എടുക്കുമെന്നാണ്. നമ്മളെന്താ ട്രാൻസ്ഫർ ആണെന്നൊക്കെ പറയും, ഓൺലൈൻ ട്രാൻസ്ഫർ ആണെന്നൊക്കെ പറയും. പിന്നെ അവര് ബൾക്കായി എടുത്തിട്ട് പിന്നെ കുട്ടി എന്ത് ചെയ്യുന്ന സംഭവം എപ്പോഴും ഉണ്ട്. അല്ല പാർട്ടായിട്ടാണ് വരിക. ഈ AI വന്നാലും അങ്ങനെയുള്ള സംഭവം കുറെ ഉണ്ടാവും. ചിലപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ പൈസ അപ്പാക്കും ഉമ്മാക്കൊക്കെ അയച്ചാൽ ചില സമയത്ത് അതേ സമയത്ത് കിട്ടില്ല. നമ്മള് ഓൺലൈൻ ട്രാൻസ്ഫർ വേറെ ഉണ്ട്. ചില സമയത്ത് നമ്മൾ ബാങ്ക് ത്രൂ ഒക്കെ അയക്കുമ്പോൾ തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടി ചെയ്തിട്ട് ഇവിടുത്തെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അയാളെല്ലാം ബൾക്കായിട്ട് വന്നിട്ട് പിന്നെ ഇവിടുത്തെ ബാങ്കിലേക്ക് വേറെ അവിടെ തേർഡ് പാർട്ടി ബാങ്ക് ഉണ്ട്. ആ ബാങ്ക് വഴി ഇവിടെ എത്തുമ്പോഴത്തേക്ക് സമയം കഴിയും. അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ആവശ്യം നമ്മൾ ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അള്ളാന്റെ കാര്യം അങ്ങനെയല്ല. അത് ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ആണ്. സെക്കൻഡ് ഒന്നും വേണ്ട. കാരണം നീയത്താക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? വരവ് വയ്ക്കും. നീയത്താക്കുമ്പോൾ എത്ര വരവ് വയ്ക്കും? നീയത്താക്കുമ്പോൾ 1 വരവ് വയ്ക്കും. അത് കൊടുത്തു കഴിയുമ്പോൾ എന്താക്കും? 10 വരവ് വയ്ക്കും. മിനിമം 10 അല്ലേ? 10 മുതൽ 700 വരെ. മിനിമം 10. പിന്നെ മിൻ അഷ്റത്തി അംസാലിഹ ഇലാ സബഈ അത് ഹദീസാണ്. ഹസനത്തു മിൻ അഷ്റത്തി അംസാലിഹ ഇലാ സബഈ നന്മയ്ക്ക് 10 മുതൽ 700 ഇരട്ടി വരെയാണ് പറഞ്ഞു തരാം. അപ്പോ അപ്പോൾ തന്നെ അത് വരെ വയ്ക്കും. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിക്കേണ്ടതില്ല. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ച് പേടിക്കേണ്ടതില്ല. വലാഹും യഹ്സനൂൻ, കഴിഞ്ഞു പോയതിനെ കുറിച്ച് അവർക്ക് ദുഃഖിക്കേണ്ടതുമില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടതുമില്ല. ഖൗഫും ഹുസ്നും രണ്ടായിട്ട് പറയുന്നത് എന്തിനാണ്? ഒന്ന് വരാൻ പോകുന്നതിനെ കുറിച്ച് പേടിയില്ല, മറ്റൊന്ന് കഴിഞ്ഞു പോയതിനെ കുറിച്ച് ദുഃഖവുമില്ല. ഓക്കെ. അപ്പൊ ഇതില് എന്തെങ്കിലും ഗ്രാമർ മനസ്സിലാകാത്തുണ്ടോ? സിറിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ജഹർ. അല്ലെങ്കിൽ അലാനിയത്ത്. അലാനിയത്ത്. അത് അസറയാണ് ആലന. ക്രിയ ചോദിക്കുമ്പോൾ ക്രിയ പറയണം, നാമം ചോദിക്കുമ്പോൾ നാമം പറയണം. സിറുൻ അലാനിയത്ത്.
تفضل. അറബിക്ക് എപ്പോഴാണ് സഞ്ചരിച്ചു എന്ന് അർത്ഥം കിട്ടുന്നത്? في ضرب. അർബുൻ ഫി നർമുൻ ഫി അല്ല, നറബ ഫി എന്ന് പറയുന്നത്. ഞാൻ അറബ ഫി ചോദിച്ചത് അറബയ്ക്ക് എപ്പോഴാണ് സഞ്ചരിച്ചു എന്ന് അർത്ഥം കിട്ടുന്നതാണ്. ഫെയില് ചോദിച്ചാൽ ഫെയില് പറയണമെന്ന് പറഞ്ഞില്ലേ? നറബയ്ക്ക് അറബ ഫി നറബ ഫി, നർമുൻ ഫി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കൽ, സഞ്ചാരം. ജാഹിലിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ആലിമാണോ? ആലിമ്. ആലിം അല്ലെങ്കിൽ ആരിഫ്. ഫുഖറായിന് എത്ര നമ്മുണ്ട് അവസാനം? ഒരു വന്നു. ഒരു വന്നു. ആ, അപ്പൊ വേറെ മുൻസരിപ്പാണ്. നേർച്ചയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, നേർച്ച. അപ്പൊ നമ്മൾ നേർച്ച നേരാറുണ്ട്. എന്തിനാ നേർച്ച നേരാറുണ്ട്? നമ്മൾ സാധാരണ എങ്ങനെയാണ് നേർച്ച നേരുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞ കാര്യം സാധിക്കാം. എങ്ങനെ, എന്താ നമ്മൾ നേർച്ച നേരുന്നത് എങ്ങനെയാണ്? നോമ്പ് നോക്കാവുന്ന നേർച്ച. അല്ല, എങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയും, ഞാൻ ഇങ്ങനെ നേർച്ച നേർന്നിരിക്കുന്നു എന്ന് പറയില്ല. എന്തായിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞു? എക്സാം പാസ്സായി കഴിഞ്ഞാല് ഞാനൊരു നോമ്പ് എക്സാം പാസ്സായി കഴിഞ്ഞാല് ഞാന് 10 ദിവസം നോമ്പെടുക്കാം. അപ്പൊ എന്ത് ചെയ്യും? പാസ്സായില്ലെങ്കിൽ നോമ്പെടുക്കൂല. രക്ഷപ്പെട്ട്. അതിനാണ് അള്ളയെ പറ്റിക്കൽ എന്ന് പറയുന്നത്. അതല്ല നേർച്ച, കേട്ടോ. ഇത് ചെയ്താൽ ഇത് ചെയ്യാം എന്ന് പറയുന്നതല്ല നേർച്ച. നേർച്ച എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ലാത്ത ഒരു കാര്യം നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഞാൻ 10 ദിവസം നോമ്പെടുക്കുകയാണ്, അല്ലാഹ് എന്നെ പരീക്ഷ ജയിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം നോമ്പെടുക്കുകയാണ്, എനിക്ക് റമദാൻ നോമ്പ് മാത്രം നോമ്പ് നിർബന്ധമുള്ളൂ, അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയ ദിവസങ്ങളൊക്കെ ഉണ്ട്, സുന്നത്ത് നോമ്പുകൾ. ഇതൊന്നും അല്ല. ഞാൻ എന്ത് ചെയ്യാണ്? നോമ്പെടുക്കുകയാണ്. നോമ്പെടുത്തിട്ട് അത് ചിലപ്പോൾ സുന്നത്ത് നോമ്പ് എടുത്തിട്ട് പ്രാർത്ഥിക്കാം. സാധാരണ വ്യാഴം തിങ്കളൊക്കെ ഉള്ള സുന്നത്ത് നോമ്പ് എടുത്തിട്ട് ചെയ്യാം. നോമ്പെടുക്കുന്ന മുഖേന അല്ലായിരിക്കും. അപ്പൊ ഇതൊന്നുമില്ലാതെ ഉള്ള ഇതുണ്ടല്ലോ, അതാണ് ഒറിജിനൽ നേർച്ച എന്ന് പറയുന്നത്. അപ്പൊ സുന്നത്ത് നോമ്പൊന്നുമില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഒരു ദിവസം നോമ്പ് എടുക്കുകയാണ്, എനിക്ക് PSC ടെസ്റ്റ് പാസ്സാകണം. എന്ത് ചെയ്യണം? PSC ടെസ്റ്റ് വരുന്നതിന് മുമ്പേ നോമ്പ് പിടിക്കണം. അതാണ് നേർച്ച. മറ്റെന്താണ്? അള്ളാഹ് പരീക്ഷിക്കുകയാണ്. കാരണം അള്ളാഹ്ക്ക് ഒരു നടപടിക്രമമുണ്ട്. നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും വരിക. ചിലപ്പോൾ ചോദിക്കുമ്പോ അത് തന്നെ തരും. ചിലപ്പോൾ ചോദിക്കുമ്പോ അതിനേക്കാളും പ്രധാനപ്പെട്ടതായിരിക്കും തരിക. ചിലപ്പോൾ അതിനേക്കാളും നല്ല തരും, ചിലപ്പോൾ അതിനേക്കാളും പ്രധാനപ്പെട്ടത് തരും. നമ്മള് ജോലി കിട്ടണേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഒരു കൊടുങ്കാറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഒരു സുനാമി വരുന്നത്, എന്തെങ്കിലും ഓക്കി വരുന്ന എന്തെങ്കിലും പോലെ സംഭവം, ഒരു മഹാദുരന്തം വരികയാണ്. അപ്പോഴേക്കും ആ മഹാദുരന്തത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തലാണ് അള്ള ചെയ്തിരിക്കുന്നത്. നമ്മൾ ജോലി കിട്ടുന്നതല്ല, വേറെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് നന്മ അറിയാൻ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അപ്പൊ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് തരുന്നത്. ചിലപ്പോൾ അത് തന്നെ തരും, ചിലപ്പോൾ അതിനേക്കാൾ ഉത്തമമായി തരും. ചിലപ്പോ നമുക്ക് ഉത്തമം ഇതാണ്, അതായിരിക്കുന്നില്ല. നമ്മൾ ചോദിക്കുന്ന ഒരു വാപ്പാടത്തെ ഉദാഹരണം, നമ്മൾ വാപ്പാടത്തെ ഒരു ഫ്ലൈറ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അയച്ചാണെന്ന് പറഞ്ഞാൽ, കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫ്ലൈറ്റ് വാങ്ങിക്കുന്നു, ആ ഫ്ലൈറ്റ് ആകാശങ്ങൾ പറയുമ്പോൾ ഫ്ലൈറ്റ് വാങ്ങിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫ്ലൈറ്റ് വാങ്ങി കൊടുക്കും. പക്ഷെ ആ ഫ്ലൈറ്റിനകത്ത് ആളിന് കയറാൻ പറ്റില്ല. അപ്പൊ ഇതാണ് നിനക്ക് ഇപ്പോൾ സ്യൂട്ടബിൾ, ഇതാണ് നിനക്ക് ഇപ്പോൾ അനുയോജ്യമായിട്ടുള്ളത്, അതായിരിക്കും നല്ല തരിക. അപ്പൊ അതുകൊണ്ട് അവളെ പരീക്ഷിക്കലല്ല നേർച്ച എന്ന് പറയും. ഞാൻ ഒരാളിന് അർത്ഥം കൊടുക്കുകയാണ്, ഞാൻ ഇതുപോലെ ഒരു 100 അഗതികൾക്ക് ആഹാരം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ യതീംഖാനയിൽ അനാഥ മന്ദിരത്തിൽ ഞാൻ ഒരു ദിവസത്തെ ഫുഡ് ഞാൻ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, അവരോടല്ല പ്രാർത്ഥിക്കാൻ അവരുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യണം, പ്രാർത്ഥിക്കേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയും. 100 രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്യും? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയും.
അതെന്താ സംഭവം? അത് കശ്മീർ കൊടുക്കലാണ്. ഈ നമ്മൾ കൊടുത്താൽ മതി, അവന് പ്രാർത്ഥിക്കുകയും അവരുടെ മനസ്സാണ് അതിന്റെ റിസൾട്ട്. ഞാൻ ഇങ്ങനെ പറയുന്നത് പ്രാർത്ഥിക്കാൻ പറയലുണ്ട് കേട്ടോ സാധാരണഗതിയിൽ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ സലഫു സാലിഹുകളായ ഇഖ്ലാസുള്ള മനുഷ്യന്മാര് അതുപോലും ചോദിക്കാറില്ല. അതുപോലും എന്താണ് അവര് പ്രതിഫലമായിട്ടാണ് കണക്കാക്കുന്നത്. ഞാൻ അങ്ങോട്ടൊരു തുക അയാൾക്ക് സംഭാവന ചെയ്യുക, അല്ലെങ്കിൽ അയാൾക്ക് സദക്ക കൊടുക്കുക, എന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അയാളോട് റിക്വസ്റ്റ് ചെയ്യുക. അപ്പൊ അതുപോലും ഞാൻ പകരം ചോദിക്കലായിട്ട് കണക്കാക്കുന്ന സലഫു സാലിഹുകളുണ്ട്. നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല, അവരോട് പ്രാർത്ഥിക്കാൻ പറയേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുക, അല്ലാഹ് ഞാൻ അയാൾക്ക് സദക്ക കൊടുത്തിട്ടുണ്ട്, പിന്നെ ദുരിതത്തിൽ നിങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടണേ. അപ്പോ നിർബന്ധമില്ലാത്ത ഒന്നിനെ നിർബന്ധമാക്കുന്നതാണ് നേർച്ച. അതല്ലാതെ ഇത് കിട്ടിയാൽ ഇത് ചെയ്യാം, ഇത് കണ്ടീഷൻ അല്ല നേർച്ച. അങ്ങനെ നേർച്ച ചെയ്യാൻ പാടില്ല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? വിലക്കിയിട്ടുണ്ട്. അത് കിട്ടിയാൽ ഇത് കിട്ടാം, ഇത് ചെയ്തില്ലെങ്കിൽ കൊടുക്കണ്ട, രക്ഷപ്പെട്ടെന്ന് വിചാരിക്കും. അങ്ങനെ നേർച്ച നേരുന്നത് ആർക്ക് വേണ്ടിയാകണം? അള്ളാഹ്ക്ക് വേണ്ടിയേ ആകാവൂ. നേർച്ച എന്താണ്? ഒരു ഇബാദത്താണ്, ഒരു ആരാധനയാണ്. ഞാൻ മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ ഒരു ആളിനെ നേർച്ചയാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വലിജിന്റെ പേരിൽ നേർച്ചയാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്റെ പേരിൽ നേർച്ചയാക്കിയിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. മറിച്ച് എന്താണ്, ചില ആൾക്കാർ പിന്നെ എന്ത് ചെയ്യും? പള്ളിക്ക് വേണ്ടി കൊടുക്കും, പള്ളിയിലേക്ക് നേർച്ചയാക്കുകയാണ്. അപ്പൊ പള്ളിയിലേക്ക് നേർച്ചയാക്കുക എന്ന് പറഞ്ഞാല് പള്ളിക്ക് എന്താണ് ആവശ്യമുള്ളത് അത് കൊടുക്കാം. പള്ളിക്ക് എന്താണ് ആവശ്യം? പള്ളിക്ക് അവിടുത്തെ ചെലവിന് വേണ്ടിയുള്ള പണം വേണം. അതല്ലാതെ കോഴി നേർച്ചയാക്കുക, പള്ളിക്ക് വേണ്ടി കോഴി നേർച്ചയാക്കുക, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കോഴി നേരം ചെയ്ത് പണ്ടുണ്ടാക്കും, അത് വരെ. പക്ഷെ എന്ത് ചെയ്താലും ഇല്ല വജിഹില്ല, അള്ളാന്റെ പ്രതിഫലം ലഭിക്കും എന്ന അർത്ഥത്തിലാണ്. അല്ലാതെ ഞങ്ങളുടെ നാട്ടിൽ പള്ളിയുണ്ട്, ഭീമാപള്ളി, കടുവപ്പള്ളിയിലേക്ക് ഒരു കോഴിയെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ല, അത് സംഭവിക്കും, ഇത് സംഭവിക്കുന്നത്. അപ്പൊ എന്താ നേർച്ചയാക്കുന്നത്? കടുവപ്പള്ളിക്ക് വേണ്ടിയാണ്. മറിച്ച് അള്ളാന്റെ ഭവനത്തിന് വേണ്ടി ഞാൻ ചെലവ് കൊടുക്കുക. അത് കടുവപ്പള്ളി ആയിരുന്നാലും ഏത് പള്ളിയായിരുന്നു. കാരണയും മദീനയും മസ്ജിദുൽ നബവിയും മസ്ജിദുൽ ഹറാമും കഴിഞ്ഞാൽ പിന്നെ എല്ലാ പള്ളിയും, മസ്ജിദുൽ അഖ്സ 3 പള്ളി വെച്ച് ബാക്കി എല്ലാ പള്ളിയും പിന്നെ. അതുപോലെ ആരുടെയും പേരിൽ നിയ്യത്ത് ചെയ്ത് ചെയ്യാൻ പാടില്ല, നേർച്ച ചെയ്യാൻ പാടില്ല. അതെല്ലാം എന്താണ്? ശിർക്കാണ്. കാരണം ഇതെല്ലാം അള്ളാന്റെ അധികാര അവകാശത്തിൽപ്പെട്ട, അള്ളാന്റെ അധികാരത്തിലും അവകാശത്തിലും പെട്ടതാണ് എന്ത്? അവന്റെ പേരിൽ നേർച്ചയാക്കുക, അള്ളാന്റെ പേര് ഉദ്ദേശിച്ച് നേർച്ചയാക്കുക എന്നത് അള്ളാന്റെ അവകാശത്തിൽപ്പെട്ടത്. ആ അവകാശത്തിൽ വേറൊരാളെ പാർട്ണർഷിപ്പ് ആക്കാൻ പാടില്ല, ചേർക്കാൻ പാടില്ല. നമ്മൾ വിചാരിക്കുന്നത് ഞാൻ മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ നേർച്ചയാക്കിയാൽ, അല്ലെങ്കിൽ ഞാനിന്റെ പള്ളിക്ക് വേണ്ടി നേർച്ചയാക്കിയാൽ എനിക്ക് അള്ളാഹ് കൂലി തരും എന്ന് വിചാരിച്ചാൽ എന്തായി? ശിർക്കായി. കൂലി തന്നെ അള്ളാഹ് നമ്മൾ എന്ത് ചെയ്തു? മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ പേരിൽ നമ്മൾ നേർച്ചയാക്കി. അപ്പൊ എന്തായി? അവിടെ ഒരു അഡീഷൻ വന്നു, ഒരു ആഡിങ് വന്നു. അപ്പൊ അള്ളയുമായിട്ട് അള്ളയുടെ അവകാശത്തിൽ എന്താണ്? പങ്ക്. അപ്പോഴാണ് ശിർക്കാവുന്നത്. ശിർക്കെന്ന് പറഞ്ഞാൽ പങ്ക് ചേർക്കലാണ്. അള്ളാന്റെ അവകാശത്തിൽ വേറൊരാളും കൂടെ പങ്ക് ചേർക്കണം. അപ്പൊ അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ നേരുന്നത് ശിർക്കാണ്. വേറെ പറയണ്ട. 2 കാര്യങ്ങൾ പറഞ്ഞു നേർച്ചയെ കുറിച്ച്. എന്താ 2 കാര്യങ്ങള്? അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലൊന്നും ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. നേർച്ചയെ കുറിച്ച് 2 കാര്യം പറഞ്ഞ എന്താണ്? നേർച്ച അല്ലാഹ് തലക്ക് വേണ്ടി മാത്രം ചെയ്യാവൂ. ഒന്ന്. അത് 2ാമത് പറഞ്ഞ കാര്യമാണ്. 1ാമത് പറഞ്ഞ കാര്യം എന്താണ്? ഒന്നാമത് പറഞ്ഞത് അത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നാലും ഇല്ലെങ്കിലും നമ്മൾ ആ കാര്യം ചെയ്യണം. കണ്ടീഷൻ വെക്കാൻ പാടില്ല. എന്റെ രോഗം മാറിയാൽ ഞാൻ എന്ത് ചെയ്യാം? ഇന്നത് ചെയ്യാം. എന്റെ ആപ്പാക്ക് സർജറി നടക്കുകയാണ്,
അപ്പാടെ സർജറി സക്സസ്ഫുൾ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നോമ്പെടുക്കും, അല്ലെങ്കിൽ ഒരാൾക്ക് സദക്ക ചെയ്യും. സക്സസ് ആയില്ലെങ്കിൽ അപ്പ അതിന് വെച്ച് മരിച്ചാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ, അങ്ങനെ ആകാതിരിക്കട്ടെ, അങ്ങനെ സംഭവിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ കൊടുക്കില്ല. അങ്ങനെ സംഭവം പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? നേർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പം സർജറി നടക്കാൻ വേണ്ടിയാണ് നമ്മൾ നേർച്ച ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? സർജറിക്ക് മുമ്പേ അത് ചെയ്തിരിക്കണം. അല്ലെങ്കിലും അതിന് ശേഷവും ചെയ്യാം, പൂർത്തിയാക്കാം. പക്ഷേ നടന്നില്ലെങ്കിൽ ചെയ്യാതിരിക്കുന്ന രക്ഷപ്പെടുന്ന സംഭവം ഇല്ല. അത് ഞാൻ നേർച്ച ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നേർച്ച പൂർത്തീകരിക്കണം. അതിനാണ് യൂഫൂന ബിന്നദിരി എന്ന് പറഞ്ഞത് സൂറത്തുൽ ഇൻസാനിൽ. യൂഫൂന ബിന്നദിരി, അവര് നെതിറുകൾ പൂർത്തീകരിക്കുന്നവരാണ്, നേർച്ചകൾ പൂർത്തീകരിക്കുന്നവരാണ്. നേർച്ച നേർന്നാൽ അത് പൂർത്തീകരിക്കും, നടന്നാലും നടന്നില്ലെങ്കിൽ അത് പൂർത്തീകരിക്കും. ഞാൻ അപ്പാക്ക് സർജറി നടത്തുമ്പോൾ ഞാൻ ആരും നേർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പൂർത്തീകരിക്കുക. അതിന് കാരണം എന്താണ്? നേർച്ച നമ്മൾ നിയ്യത്താക്കുന്നതോടൊപ്പം കൂടി തന്നെ അള്ളാഹ് അതിന്റെ പ്രതിഫലം എഴുതി. അള്ളാഹിന്റെ കണക്കുണ്ടല്ലോ, എന്താണ് കൊടുക്കണമെന്ന് വിചാരിച്ചത് അള്ളാഹ് അവിടെ അപ്പോഴത്തെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അത് രോഗത്തിന് മാറുന്നതാണോ, അല്ലെങ്കിൽ വാപ്പ രക്ഷപ്പെടുന്നതാണോ, അല്ലെങ്കിൽ സർജറി ജയിക്കുന്നതാണോ, പരീക്ഷ ജയിക്കുന്നതാണോ, എന്തായിരുന്നാലും അതിന് പകരം വേറെ കിട്ടുന്നതാണോ, അത് അള്ളാഹ് അപ്പോഴത്തന്നെ അവിടെ എഴുതി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് യൂഫൂന ബിന്നദിരി. അതുകൊണ്ടാണ് പറഞ്ഞത്, അത് അവര് ആ വിചാരിച്ച സംഭവം നടന്നില്ലെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടുന്നവരല്ല, മറിച്ച് എന്താണ്? നേർച്ച നേർന്നാൽ പൂർത്തീകരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം നടന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് പൂർത്തീകരിക്കാൻ നമുക്ക് വിമുഖത ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് മുമ്പ് അത് ചെയ്യണമെന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും വേറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. ഏതെങ്കിലും ഗ്രാമറിനെ കുറിച്ച് ഇതെല്ലാം പേരും പ്രായം മഫൂലും മാത്രമേ ഉള്ളൂ. ഒരു സ്ഥലത്ത് 2 മഫൂൽ ബി വന്നിട്ടുള്ളൂ, ചില സ്ഥലങ്ങളിൽ 2 മഫൂൽ ബി വന്നിട്ടുണ്ട്. അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ബില്ലേലി വന്നഹാരി സിർറൻ അലാനിയത്തൻ. അവിടെ എന്താ നെസ്ബ് വരാൻ കാര്യം? ഹാലാണ് കേട്ടോ. രഹസ്യമായ നിലയിലും അലാനിയത്തൻ രഹസ്യമായ നിലയിലും. അവിടെ ഹാലാണ്. ലർബൻ എന്താണ്? ലർബൻ നെസ്ബ് വരാൻ കാര്യം മഫ്ഊൽ ബിഹിയാണ്. അവർക്ക് കഴിയുകയില്ല. എന്തിനു കഴിയുകയില്ല? ലർബിന് കഴിയുകയില്ല. നേരത്തെ പറഞ്ഞായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചെടുക്കാനും തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ برحمتك يا ارحم الراحمين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. صلى الله تعالى وسلم على خير خلقه محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله، والسلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.